നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. ഇൻഡയറക്റ്റ് ടാക്സേഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ടാക്സ് ഇൻവോയ്സിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂളിനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചത്. ആ മൊഡ്യൂളിലുള്ള എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ കണ്ടത് എന്തായിരുന്നു? ടാക്സ് ഇൻവോയ്സ് എന്തായിരുന്നു എന്നാണ് നമ്മൾ പഠിച്ചത്. ടാക്സ് ഇൻവോയ്സ് എന്ന് പറഞ്ഞൊരു കൊമേഴ്ഷ്യൽ ഡോക്യുമെൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. സപ്ലയർ ഇഷ്യൂ ചെയ്യുന്നതാണെന്നൊക്കെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരുന്നു ടൈം ലിമിറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാനുള്ള ടൈം ലിമിറ്റ്, ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അതിൽ ഗുഡ്സിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ടൈം ഓഫ് സപ്ലൈ പഠിച്ച സമയത്ത് നമ്മൾ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് പഠിച്ചതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? സപ്ലൈ ഓഫ് സർവീസും കൂടെ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഇഷ്യൂയിങ് ഇൻവോയ്സ് ഇൻ ദ കേസ് ഓഫ് സപ്ലൈ ഓഫ് സർവീസ് അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച രണ്ട് മാനേഴ്സ് ഉണ്ട് ബിൽ ഇഷ്യൂ ചെയ്യുന്നതിന്. ഒന്ന് ഡബിളും പിന്നെ ട്രിപ്പിളും, അതായത് ഡ്യൂപ്ലിക്കേറ്റും ട്രിപ്ലിക്കേറ്റും. അത് നമ്മൾ പഠിച്ചു. പിന്നെ ഒരു ഇൻവോയ്സിൻ്റെ കണ്ടന്റ് അല്ലേ, അതിനിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഒരു ബില്ല് നമ്മുടെ മനസ്സിലേക്ക് വരിക, ആ ബില്ലിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി. നമ്മളിനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ കാണാതിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമില്ല. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് എന്ന് പറയുന്നത്, മറക്കരുത്. അതായത് നമ്മൾ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കാൻ ലയബിൾ ആവുന്ന ഡേറ്റ് മുതൽ നമുക്ക് GSTയിൽ രജിസ്ട്രേഷൻ കിട്ടുന്ന ഡേറ്റ് വരെയുള്ള ടൈം സ്പാനിനിടയിൽ നമ്മൾ നടത്തുന്ന സപ്ലൈക്ക് നമുക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ കിട്ടിയിട്ട് 1 മന്തിന് ശേഷം 1 മന്തിനിടയിൽ 1 മന്തിനകത്ത് വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? റിവൈസ് ടാക്സ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും വെച്ചിട്ട് നമുക്ക് പുതിയ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് നമുക്ക് ഇഷ്യൂ ചെയ്യാം. പക്ഷേ ചെറിയ ട്രാൻസാക്ഷൻസ് ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയൻസിനാണ് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയെങ്കിൽ അവിടെ ഒരു ഇൻഡിവിജ്വൽ റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. അവിടെ എന്ത് പ്രിപ്പയർ ചെയ്താൽ മതി? ഒരു കൺസോളിഡേറ്റഡ് ഫോമിൽ എല്ലാം കൂടെ ചേർത്തിട്ട് ഒരെണ്ണം മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. പക്ഷേ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഒരു ട്രാൻസാക്ഷൻ 2,50,000 രൂപയ്ക്ക് മേലെയാണെങ്കിൽ അവിടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിവൈസ്ഡ് ടാക്സ് ഇൻവോയ്സ് വേണം. അത് നമ്മൾ പഠിച്ചു. പിന്നെ കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സും എന്താണെന്ന് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ്? അതായത് ഒരു 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു ഡേ എല്ലാ ട്രാൻസാക്ഷൻസ് മൊത്തം റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടാക്സ് ഇൻവോയ്സ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. എന്തായിരുന്നു കണ്ടീഷൻസ് എന്ന് പറയുന്നത്? ഒന്നാമത്തെ, 200 രൂപയിൽ കൂടുതലാവാൻ പാടില്ല പെർ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയർ ആയിരിക്കണം. മൂന്നാമത്, ആ റെസിപ്പിയൻ്റ് ആയിരിക്കണം. പിന്നെ നമ്മുടെ റെസിപ്പിയൻ്റെ ബില്ല് ചോദിക്കരുത്, അത് ഡിമാൻഡ് ചെയ്യരുത്. നമുക്കൊരു ഇൻവോയ്സ് വേണമെന്ന് ഡിമാൻഡ് ചെയ്യരുത്. ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് ഒരു ദിവസത്തെ ട്രാൻസാക്ഷൻ ഫുള്ള് 1 ഡേ ട്രാൻസാക്ഷൻസ് ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടാക്സ് ഇൻവോയ്സ് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി. അതിൻ്റെ പേരാണ് കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ്. പക്ഷേ നമ്മുടെ ബാങ്കിങ്, ഫിനാൻസ്, ഇൻഷുറൻസ് അല്ലെങ്കിൽ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ് ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ 1 ഡേ അല്ല 1 മന്താണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? ടൈം കൊടുത്തിരിക്കുന്നത്. 1 മന്തിലേക്ക് ഒരു കൺസോളിഡേറ്റഡ് ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്താൽ മതി. അത് കഴിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പഠിച്ചത് ബിൽ ഓഫ് സപ്ലൈ അല്ലേ. ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻറ്റിനെ പറ്റിയിട്ടാണ്. അതായത് ചില സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല? ടാക്സ് ഇൻവോയ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ ടാക്സ് അടയ്ക്കേണ്ട കാര്യമില്ല. കോമ്പോസിഷൻ സപ്ലൈ അല്ലെങ്കിൽ എക്സംപ്റ്റഡ് സപ്ലൈസ് ഒക്കെ നടത്തുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരമില്ല. അങ്ങനെയാണെങ്കിൽ അവർ നമ്മുടെ ഈ ടാക്സ് ഇൻവോയ്സിന് പകരം പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ബിൽ ഓഫ് സപ്ലൈ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ പഠിച്ച റെസിപ്റ്റ് വൗച്ചർ എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. റെസിപ്റ്റ് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു അഡ്വാൻസ് കിട്ടുന്ന സമയത്ത് നമുക്കത് ഇൻട്രാസ്റ്റേറ്റ് ആണോ ഇൻട്രസ്റ്റേറ്റ് ആണോ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അവിടുത്തെ റേറ്റ് എത്രയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ അഡ്വാൻസ് കിട്ടുമ്പോൾ ഒരു എവിഡൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? റെസിപ്റ്റ് വൗച്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ടാക്സ് റേറ്റ് 18% ആയിരിക്കും. പിന്നെ ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ ആയിട്ട് വേണം നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യാൻ. എന്തായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം? ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ. ദാറ്റ് മീൻസ് IGST വേണം നമ്മൾ കളക്ട് ചെയ്യാൻ. ഇനി റീഫണ്ട് വൗച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് നമുക്ക് ഈ അഡ്വാൻസ് കിട്ടിയ സാധനം നമ്മൾ തിരിച്ചു കൊടുത്തു, അവർ ഗുഡ്സ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ എന്ത് ചെയ്തു? തിരിച്ചു വാങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കിട്ടിയ അഡ്വാൻസ് നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ? ആ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണ് എന്ന് പറയുന്നത് റിവൈസ്ഡ് ഇൻവോയ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മളൊരു സിറ്റുവേഷൻ പരിചയപ്പെട്ടു. എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ടാക്സ് ഇൻവോയ്സും പേയ്മെൻറ്റ് വൗച്ചറും ഒരാൾ തന്നെ എന്ത് ചെയ്യുന്നത്? ഒരാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെ ഇഷ്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ പരിചയപ്പെട്ടു. എന്തായിരുന്നു സിറ്റുവേഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് ആണ്. നമ്മുടെ സപ്ലയർ ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണ്. നമ്മൾ സപ്ലൈ നടത്തുന്ന ഒരു രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ സെക്ഷൻ 9(4) പ്രകാരം നമ്മൾ എന്ത് റിവേഴ്സ് ചാർജിൽ വേണം ടാക്സ് ചെയ്യാൻ. സെക്ഷൻ 9(4) റിവേഴ്സ് ചാർജിൽ വേണം ടാക്സ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്യുന്നത് ആരാ? റെസിപ്പിയൻ്റ് ആണ് ടാക്സ് പേ ചെയ്യാനുള്ളത്. അപ്പോൾ റെസിപ്പിയൻ്റ് ടാക്സ് പേ ചെയ്യുമ്പോൾ ടാക്സ് ഇൻവോയ്സും അവൻ തന്നെ എന്ത് ചെയ്യും? പ്രൊഡ്യൂസ് ചെയ്യും. അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് വൗച്ചറും, അതായത് പേയ്മെൻറ്റ് നടത്തുന്നത് ആരാ? അതും റെസിപ്പിയൻ്റ് തന്നെ. അപ്പോൾ പേയ്മെൻറ്റ് വൗച്ചറും റെസിപ്പിയൻ്റ് തന്നെ എന്ത് ചെയ്യും? റൈസ് ചെയ്യും. അത് നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും പഠിച്ചില്ലേ? നമ്മൾ പഠിച്ചത് എന്ത് മാത്രമേ പഠിച്ചുള്ളൂ? ക്രെഡിറ്റ് നോട്ട് മാത്രമേ പഠിച്ചുള്ളൂ. പക്ഷേ അതിൽ നമ്മൾ എന്തും കൂടെ പഠിച്ചു? ഡെബിറ്റ് നോട്ടും പഠിച്ചു അല്ലേ. എന്തായിരുന്നു ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടും എന്ന് പറയുന്നത്? അതായത് ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്ന 4 സിറ്റുവേഷൻസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു? ഒന്ന്, നമ്മുടെ ടാക്സബിൾ വാല്യൂ, ഇൻവോയ്സിൽ ടാക്സബിൾ വാല്യൂ കൂടിപ്പോയി, ഒറിജിനേക്കാളും കൂടുതൽ. അല്ലെങ്കിൽ ഇൻവോയ്സിലെ ടാക്സിൻ്റെ വാല്യൂ കൂടിപ്പോയി. ഒന്ന്, നമ്മുടെ വാല്യൂ കൂടിപ്പോയി, നമ്മുടെ ടാക്സബിൾ വാല്യൂ കൂടിപ്പോയി. രണ്ടാമത്തെ, ടാക്സ് റേറ്റോ കാര്യങ്ങൾ എന്തെങ്കിലും കൂടിപ്പോയി. മൂന്നാമത്, നമ്മൾ നടത്തിയ സെയിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ കിട്ടി. നാലാമത്, നമ്മൾ കൊടുത്ത സാധനത്തിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ 4 സിറ്റുവേഷൻസിലും നമ്മുടെ സപ്ലയർ പ്രിപ്പയർ ചെയ്യുന്ന ഡോക്യുമെൻ്റ് ആണെന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഇനി തിരിച്ച് പറഞ്ഞാൽ ഡെബിറ്റ് നോട്ട് എന്താണെന്ന് പറഞ്ഞേ? നമ്മൾ ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് ഒരു ഹയർ എമൗണ്ടും നമ്മൾ റേസ് ചെയ്ത ആ ഇൻവോയ്സിലുള്ളത് ഒരു ലോവർ എമൗണ്ടുമാണ്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാം. അതുപോലെ ടാക്സ് റേറ്റും സെയിം. ടാക്സ് റേറ്റ് ഒറിജിനലായിട്ട് വരാനുള്ളത് ഹയർ ആണ്, പക്ഷേ നമ്മൾ നമ്മുടെ ഇൻവോയ്സിൽ പ്രിപ്പയർ ചെയ്തത് ലോവർ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെബിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യാം. പിന്നെ സെയിൽസ് റിട്ടേണിന് പകരം പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ അവിടെയും നമുക്ക് ഡെബിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും എന്താണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് കടക്കാൻ പോവാണ്. അതായത് റിവേഴ്സ് ചാർജും പിന്നെ ഇ വേ ബില്ലും. നമ്മൾ ഇ വേ ബില്ല് എവിടെയോ ഡിസ്കസ് ചെയ്തു അല്ലേ? എവിടെയായിരുന്നു ഇ വേ ബില്ല് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ഏതോ ഒരു എക്സംഷന് പഠിക്കുന്ന സമയത്ത്, ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഇൻഡസ്ട്രേറ്റ് സപ്ലൈ ആണെങ്കിൽ അയാൾ പാൻ വേണം, കൂടാതെ ഇ വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇ വേ ബില്ല് എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉള്ളപ്പോഴത്തേക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ബില്ല്, ഒരു ഡോക്യുമെൻറ്റ് പോലുള്ള സാധനമാണ് ഇ വേ ബില്ല് എന്ന് നമ്മൾ അവിടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇ വേ ബില്ലിന് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണ്ടേ? അപ്പോൾ നമുക്ക് ഇ വേ ബില്ല് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കൂടാതെ ഈ വീഡിയോയിൽ റിവേഴ്സ് ചാർജിൽ ടാക്സ് പേ ചെയ്യാനുള്ള കാര്യങ്ങൾ ഫുള്ളും നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ നേരെ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നോക്കിക്കോ, ഇ വേ ബിൽ. നമ്മൾ നേരത്തെ ഇ വേ ബില്ലിനെ പറ്റി പറഞ്ഞു. എന്താണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഗുഡ്സ് എവിടെന്നെങ്കിലും വൺ പ്ലേസ് ടു അനദർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ഡോക്യുമെൻ്റാണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇ വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? അതായത് പണ്ട് സമയത്തൊക്കെ, അല്ലെങ്കിൽ ഈ GST കൊണ്ടുവന്ന സമയത്തൊക്കെ ആൾക്കാർ സെയിൽ നടക്കാതെ സെയിലായിട്ട് റെക്കോർഡ് ചെയ്യും, എക്സ്പെൻസ് നടക്കാതെ എക്സ്പെൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യും. അപ്പോൾ അവിടെ ഒറിജിനലി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ല, നമ്മൾ സാധനം മേടിക്കുകയൊന്നും ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സാധനം വിൽക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ അവരുടെ എക്സ്പെൻസ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അവരുടെ പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടോ, ബ്ലാക്ക് മണി വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ എന്ത് ചെയ്യും? മാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളത്തരം കാണിക്കും അല്ലേ? അവർ മാൽ പ്രാക്ടീസ് ചെയ്യും. അതായത് നമ്മുടെ അക്കൗണ്ട്സിലൊക്കെ നമ്മൾ എഴുതി വയ്ക്കും, സെയിൽ ഇത്ര കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എക്സ്പെൻസ് ഇത്ര കൂടിയിട്ടുണ്ടെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മിസ്റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്ന സാധനമാണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. അതായത് ഒരു ഗുഡ്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ബില്ലെന്ന് പറയുന്നത് എന്താണ്? ഇ വേ ബില്ല് നമ്മൾ അതിന് കൂടൊപ്പം പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ഇ വേ ബില്ല് കൊണ്ടുവരുന്ന ഇ വേ ബിൽ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇ വേ ബില്ല് ചെക്ക് ചെയ്യാനും ഇ വേ ബില്ല് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും ഒക്കെ ഗവൺമെൻറ്റിൽ ഒരുപാട് റൂൾസും റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കള്ളത്തരങ്ങൾ നടക്കാനൊക്കെ ഉള്ള ചാൻസ് കുറവാണ്. അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇ വേ ബില്ല് എവിടെയാണ് ജനറേറ്റ് ചെയ്യുന്നത്, ഇ വേ ബില്ല് എവിടെയൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് വേണമെന്ന്, പക്ഷേ അവിടെയും കുറച്ച് കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. വെൻ ഇ വേ ബിൽ ഈസ് ടു ബി ജനറേറ്റഡ്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഇ വേ ബില്ല് നമ്മൾ ജനറേറ്റ് ചെയ്യേണ്ടത്? ഒന്ന്, ഈസ് ദെയർ ഇസ് എ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുക. നമ്മൾ പറഞ്ഞു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ ഇ വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലെങ്കിൽ ഇ വേ ബില്ലിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇ വേ ബില്ലിന് നമ്മൾ ഇനി EWB എന്നായിരിക്കും നോട്ട്സിലൊക്കെ എഴുതിയേക്കുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇ വേ ബില്ല് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇല്ലെങ്കിൽ അവിടെ ഇ വേ ബില്ലിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കി, ഈസ് ഇറ്റ് എക്സംപ്റ്റഡ് ഗുഡ്സ്. ഇനി നമ്മൾ പറഞ്ഞില്ലേ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ ആദ്യം നോക്കി. അപ്പോൾ പറഞ്ഞു മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത് നോക്കേണ്ടത് ആ ഗുഡ്സ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണോ അതോ ടാക്സബിൾ ആയിട്ടുള്ള ഒരു ഗുഡ്സ് ആണോ? എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിൽ അവിടെ എന്തില്ല? ടാക്സ് എന്ന് പറയുന്ന ഒരു സംഭവം പോലും ഇല്ല. അപ്പോൾ അവിടെ കള്ളത്തരം കാണിക്കാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അവിടെയും നമുക്ക് ഇ വേ ബില്ല് വേണ്ട. എക്സംപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിൽ അവിടെ ഇ വേ ബില്ല് വേണ്ട. ഇനിയല്ല ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിലോ? ടാക്സബിൾ ഗുഡ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇ വേ ബില്ല് വേണം. പക്ഷേ അപ്പോൾ നമ്മൾ പിന്നെ ഒരു ക്രൈറ്റീരിയ നോക്കും, ഈസ് സപ്ലൈ ആൻഡ് ഇൻറ്റർസ്റ്റേറ്റ്. അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ആ സപ്ലൈ ഇൻറ്റർസ്റ്റേറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. നമ്മൾ ആദ്യം എന്ത് ചെക്ക് ചെയ്തു? മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്തു. ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ചെക്ക് ചെയ്തു ആ ഗുഡ്സ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്തു. അപ്പോൾ എക്സംപ്റ്റഡും അല്ല, ടാക്സബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത് എന്ത് ചെക്ക് ചെയ്യണം? അത് ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഇൻറ്റർസ്റ്റേറ്റ് സപ്ലൈ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അത് പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ എല്ലാ ട്രാൻസ്ഫർ നടക്കുമ്പോഴും ആദ്യം ചെക്ക് ചെയ്യുന്നത് ഇൻറ്റർസ്റ്റേറ്റ് ആണോ എന്ന്. എന്തുകൊണ്ടിട്ടാണ്? ഇൻറ്റർസ്റ്റേറ്റ് ആണെങ്കിൽ നമ്മളവിടെ ലെവി ചെയ്യേണ്ട ടാക്സ് എന്ന് പറയുന്നത് IGST ആണ്. അല്ല ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ CGST SGST അല്ലെങ്കിൽ UTGST ആയിരിക്കും നമ്മളവിടെ ലെവി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത് നോക്കണം, അത് ഇൻറ്റർസ്റ്റേറ്റ് ആണോ അല്ലേ നോക്കാം. അപ്പോൾ ഇൻറ്റർസ്റ്റേറ്റ് അല്ല, അതൊരു ഇൻട്രാ സ്റ്റേറ്റ് ആണ്, വിത്തിൻ ദ സ്റ്റേറ്റ് തന്നെയാണ് ട്രാൻസ്ഫർ നടക്കുന്നതെങ്കിൽ ഇ വേ ബിൽ ഈസ് റിക്വയർഡ് ആസ് പെർ SGST അല്ലെങ്കിൽ UTGST ആക്ട്. അതായത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇ വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് SGST UTGST ആക്ട് പ്രകാരമായിരിക്കണം. മനസ്സിലായോ? അപ്പം ഇൻറ്റർസ്റ്റേറ്റ് ആണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ ഇ വേ ബില്ല് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം. ഇനി ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ ഇ വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും? അതായത് നമ്മുടെ SGST സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെ ആക്റ്റും അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സിൻ്റെയും ഒരു റെഫറൻസ് വെച്ചിട്ടായിരിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഇ വേ ബില്ല് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നമുക്ക് കൂടുതൽ പഠിക്കാനില്ല. എന്താണെന്നറിയാമോ? കാരണം നമ്മൾ എഴുതുന്ന എക്സാം എന്ന് പറയുന്നത് ഒരു സെൻട്രൽ എക്സാമാണ് അല്ലേ? ഓൾ ഇന്ത്യ ബേസിലാണ് നമ്മൾ ഈ എക്സാം എഴുതുന്നത്. ഓരോ സ്റ്റേറ്റിലും ഓരോ രീതിയിലാണ് അവരുടെ ഈ SGSTയുടെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റിനും ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷനും ആ സ്റ്റേറ്റിൻ്റെ എക്കണോമിയും ആ സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഓരോ സ്റ്റേറ്റിൻ്റെയും SGST ആക്ട് എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആണ്. അവിടെ പറയുന്ന റൂൾസും റെഗുലേഷൻസും ഡിഫറൻ്റ് ആണ്. അപ്പോൾ ഒരു ഓൾ ഇന്ത്യ ബേസിൽ നടക്കുന്ന എക്സാമിന് നമുക്ക് ഈ എല്ലാ സ്റ്റേറ്റിൻ്റെയും ആക്ടുകൾ പഠിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റിൻ്റെയും പോയിന്റുകൾ നമുക്ക് റെലവൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ CGST നമ്മുടെ ഇൻഡയറക്റ്റ് ടാക്സിലും ഡയറക്റ്റ് ടാക്സിലും ഒക്കെ നമ്മുടെ ഈ സ്റ്റേറ്റ് പരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിവതും അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് സ്ഥലത്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പഠിച്ചോളൂ. അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഇനി ഇൻറ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ
അതായത് നമ്മൾ സെൻട്രലി ഉള്ള കാര്യം പറയാം, ഇൻറ്റർ സ്റ്റേറ്റ് ആണെങ്കിൽ അത് 2 സ്റ്റേറ്റുകൾ തമ്മിലുള്ള സപ്ലൈ ആണ് നടന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ വരുന്നത് ഏതായിരിക്കും? IGST ആയിരിക്കും. അവിടെ വരുന്നത് IGST ആയിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ ഒരു കാര്യം ചെക്ക് ചെയ്യണം. പിന്നെ എന്ത് ചെക്ക് ചെയ്യണം? ഒരു കാര്യം ചെക്ക് ചെയ്യണം. നമുക്കറിയാവുന്ന കാര്യം തന്നെ. നോക്കി എന്താ നോക്കി, ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജോബ് വർക്കേഴ്സ് ഇല്ലേ, ജോബ് വർക്കേഴ്സ് ആണോ എന്ന് നോക്കുക. ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് ആണോ നോക്കുക, ജോബ് വർക്കേഴ്സ് ആണോ നോക്കുക. ഇവർ രണ്ടുപേരും ആണെങ്കിൽ E-way ബില്ല് കമ്പൽസറി ആയിട്ട് എന്ത് ചെയ്തിരിക്കണം? കമ്പൽസറി ആയിട്ട് ഇവർ E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം, ഇഷ്യൂ ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ? ഇനി അതർ കേസ് എന്താ നോക്കി, E-way ബിൽ ഈസ് റിക്വയർഡ് ഇഫ് ദ കൺസൈൻമെൻറ്റ് വാല്യൂ എക്സീഡ്സ് 50,000. ഇനി E-way ബില്ല് എപ്പോൾ മാത്രം ബാക്കിയുള്ള കേസിൽ ഇഷ്യൂ ചെയ്താൽ മതി? ആ കൺസൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50,000 മുകളിലാണെങ്കിൽ, ആ കൺസൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 50,000 മുകളിലാണെങ്കിൽ, അപ്പോൾ നമുക്ക് ചുരുക്കത്തിൽ എങ്ങനെ പറയാൻ പറ്റും? ഒരു ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് സെല് ചെയ്യുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ജോബ് വർക്കർ ആണെങ്കിലോ അവർ കമ്പൽസറി ആയിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം? E-way ബിൽ എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ് അവർ ഇഷ്യൂ ചെയ്തിരിക്കണം. ഇനിയല്ല ബാക്കിയുള്ള കേസസിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് വെറും 50,000 രൂപയിൽ താഴെയാണെങ്കിൽ E-way ബില്ലിൻ്റെ ആവശ്യമില്ല. 50,000 മുകളിലുള്ള ട്രാൻസാക്ഷൻ മാത്രം എന്ത് മതി? E-way ബില്ല് മതി. അപ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഗുഡ്സ് എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് സപ്ലൈ ആണോ, അതായത് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണോ നോക്കുക, പിന്നെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടോ എന്നും കൂടെ നോക്കുക. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ അല്ലേ? ഡൗട്ടുണ്ടോ? ഡൗട്ടില്ലല്ലോ. അപ്പോൾ ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ പറയാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യനെ നോക്കിയിട്ട് ഇവിടെ E-way ബില്ല് വേണോ വേണ്ടേ, അല്ലെങ്കിൽ E-way ബില്ലിൻ്റെ വാല്യൂ എന്താണെന്ന് നിങ്ങൾ പറയണം. നമ്മൾ ഈ പറഞ്ഞ ഇത്രയും കണ്ടീഷൻസ് വെച്ചിട്ട് നിങ്ങൾ പറയാൻ നോക്കുക. അതായത് നമ്മുടെ രാഹുൽ ഒരു ട്രക്കിൽ സാധനം കയറ്റി വയ്ക്കുകയാണ്. നമ്മുടെ രാഹുലിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. നമ്മുടെ രാഹുലിൻ്റെ സ്ഥലം എവിടെയാണ്? ട്രിവാൻഡ്രത്ത് നിന്ന് തമിഴ്നാട്ടിലോട്ടാണ് കടത്തി വയ്ക്കുന്നത്. അതായത് ചെന്നൈയിലോട്ടാണ് നമ്മൾ ഈ സാധനം കയറ്റി അയക്കുന്നത്. അപ്പോൾ അതൊരു ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ അല്ലേ? ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻസ് നോക്കുമ്പോൾ അത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടോ നോക്കുക. അതായത് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ട്, ഇൻറ്റർ സ്റ്റേറ്റ് സപ്ലൈയും ആണ്. നമ്മൾ അയക്കുന്നത് ടാക്സബിൾ ഗുഡ്സ് ആണ്. ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് ആണ്, എക്സംപ്റ്റഡ് ഒന്നും അല്ല. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു. ഇനി നമ്മൾ എന്ത് നോക്കണം? ഇതിൻ്റെ വാല്യൂ 50,000 ആണോ നോക്കണം. ഹാൻഡിക്രാഫ്റ്റ് ആണോ അല്ലെങ്കിൽ ജോബ് വർക്കർ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മളവിടെ എടുത്ത് പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ അയച്ചേക്കുന്ന ഗുഡ്സിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കണം. 50,000 ആണെങ്കിൽ E-way ബില്ല് വേണം, 50,000 അല്ലെങ്കിൽ E-way ബില്ല് വേണ്ട. ഓക്കെ, നമ്മുടെ രാഹുൽ അയക്കുന്ന സാധനം എന്താണെന്ന് അറിയാമോ? ടാക്സബിൾ ഗുഡ്സ് ഒരു 45,000 രൂപയുടേത്. ടാക്സബിൾ ഗുഡ്സ് ഒരു 45,000 റുപ്പീസിൻ്റെ. ടാക്സബിൾ ആയിട്ട് ഗുഡ്സ് 45,000. എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ഒരു 20,000. അപ്പോൾ നോക്കി, നമ്മൾ പറഞ്ഞു ടാക്സബിൾ ഗുഡ്സിന് മാത്രമേ നമ്മൾ E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. എക്സംപ്റ്റഡ് ഗുഡ്സിന് E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം കൺഫ്യൂഷനായി. അപ്പോൾ നമ്മൾ ഇൻവോയ്സ് അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂ എടുക്കുമ്പം 45,000 20,000 കൂടെ കൂട്ടുമ്പോൾ ഒരു 65,000 രൂപ വരും. എന്നിട്ട് 18% ആണ് GST സങ്കല്പിക്കുക. അപ്പോൾ 18%. എക്സംപ്റ്റഡ് ഗുഡ്സിന് GST ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ 45,000 മാത്രം 18% ആയിട്ടുള്ള 8,100 8,100 കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ വാല്യൂ എത്രയായി? 73,100 73,100 ആയി എന്ത് ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മുടെ രാഹുൽ E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യണോ വേണ്ടേ? അപ്പോൾ നമ്മൾ ചിന്തിക്കും 50,000 രൂപയ്ക്ക് മേലെ ആയിരിക്കണം ടാക്സബിൾ സപ്ലൈ എന്ന് പറയുന്നത്. നമ്മുടെ രാഹുലിൻ്റെ ടാക്സബിൾ സപ്ലൈ ഗുഡ്സ് എന്ന് പറയുന്നത് 45,000 രൂപ മാത്രമേ ഉള്ളൂ. 45,000 മേലെ GST കൂടെ ആഡ് ചെയ്യുമ്പം രണ്ടും കൂടെ ആഡ് ചെയ്താൽ 50,000 മുകളിൽ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേണം. പക്ഷേ അവിടെ എക്സംപ്റ്റഡ് ഗുഡ്സും കൂടെ ഉണ്ട്. അപ്പം വേണോ? ഈ ടാക്സ് ഇത് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, ഇതിൻ്റെ കൂടെ ടാക്സ് ആഡ് ചെയ്യണ്ടേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് വരും. അപ്പോൾ ഇവിടെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് എന്താ നോക്കി. ഒന്നാമത്തത് നോ E-way ബിൽ ഇസ് റിക്വയർഡ്. ഇവിടെ E-way ബില്ലിൻ്റെ ആവശ്യം ഇല്ല. രണ്ടാമത്തെ കൊടുത്തിരിക്കുന്നത് എസ് E-way ബില്ലിൻ്റെ ആവശ്യമുണ്ട്. ആസ് ദ കൺസൈൻമെൻറ്റ് വാല്യൂ ഈസ് 73,100. അതായത് 73,100 ആണ് കൺസൈൻമെൻറ്റ് ടോട്ടൽ വാല്യൂ. അതുകൊണ്ട് E-way ബില്ല് വേണം. MCQ ആയിട്ട് മിക്കവാറും ചോദിക്കുന്ന ഇങ്ങനെയുള്ള ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. മൂന്നാം സിറ്റുവേഷൻ എന്താ നോക്കി. E-way ബില്ല് വേണം, കൺസൈൻമെൻറ്റ് വാല്യൂ 65,000 രൂപയാണ്. അതായത് ഇത് രണ്ടും കൂടെ കൂടുന്നത്, നമ്മുടെ എക്സംപ്റ്റഡും ടാക്സബിൾ ഗുഡ്സും കൂടെ കൂടുന്നത്, ടാക്സ് കൂട്ടാതെ. അടുത്ത നമ്മുടെ E-way ബില്ല് വേണം, 53,100 ആണ് വാല്യൂ എന്ന്. അതായത് നമ്മൾ ടാക്സബിൾ ഗുഡ്സിൻ്റെ ടാക്സും കൂടെ കൂട്ടുന്നതാണ് 53,100 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമ്മളെ വാല്യൂ എന്ന് പറയുന്നത്? E-way ബിൽ ഇഷ്യൂ ചെയ്യണോ വേണ്ടതെന്ന് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇനി അഥവാ ഇഷ്യൂ ചെയ്യണമെന്നാണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്രയാണെന്ന് നമ്മൾ പറയണം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പറയാൻ പറ്റത്തില്ലല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും പോയിന്റ് വെച്ചിട്ട് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഈ കൺസൈൻമെൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. കൺസൈൻമെൻറ്റ് വാല്യൂ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയേ, കൺസൈൻമെൻറ്റ് വാല്യൂ മീൻസ് ദ വാല്യൂ ഓഫ് സപ്ലൈ. കൺസൈൻമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് വാല്യൂ ഓഫ് സപ്ലൈ ആണ്. ഓക്കെ, വാല്യൂ ഓഫ് സപ്ലൈ ബാക്കി വെച്ച് നോക്കി. ഓഫ് ഗുഡ്സ് ഡിറ്റർമിൻഡ് ആസ് പെർ സെക്ഷൻ 15 ഓഫ് CGST ആക്ട്. അതായത് നമ്മൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ പഠിച്ച ഓർമ്മയുണ്ടോ? സെക്ഷൻ 15 ആ ഗുഡ്സിൻ്റെ ഡെഫിനിഷനകത്ത് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ച ഓർമ്മയുണ്ടോ? ആ ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ എല്ലാത്തിൻ്റെയും വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കൺസൈൻമെൻറ്റ് വാല്യൂവിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ആൻഡ്
ഇൻക്ലൂഡ്സ് CGST, SGST, UTGST ആൻഡ് IGST ആൻഡ് സെസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് CGST, SGST, UTGSTയും കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം, ഇതിനോടൊപ്പം ആഡ് ചെയ്യാം. അപ്പോൾ ടാക്സും ആഡ് ചെയ്യണം, നമ്മൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷൻ വരുന്ന എല്ലാ ഗുഡ്സുകളും നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യണം. പക്ഷേ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് നോക്കിയേ, വാല്യൂ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ്, നമ്മൾ എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം. എക്സംപ്റ്റഡ് ഗുഡ്സിൻ്റെ വാല്യൂ എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഡൗട്ട് തീർന്നില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു എക്സാമ്പിളാണെങ്കിൽ, ഈ ഒരു ക്വസ്റ്റ്യനകത്താണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഗുഡ്സ്, നമ്മൾ ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ വരുന്ന സാധനങ്ങൾ, അവിടെ ആകെ ഒരു സാധനം മാത്രമേ ഉള്ളൂ, നമ്മൾ ടാക്സബിൾ ആയിട്ടുള്ള ഗുഡ്സ് 45 മാത്രമേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുക, എല്ലാ ടാക്സുകളും ആഡ് ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടില്ലേ? ഇവിടെ ടാക്സ് എത്ര മാത്രമേ ഉള്ളൂ? 8100. അതായത് നമ്മൾ ടാക്സബിൾ ഗുഡ്സിൻ്റെ മാത്രം 18% GST, 8100 മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അവർ എന്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്? എക്സംപ്റ്റഡ് ഗുഡ്സ് വേണ്ട. ഓക്കെ, നമ്മൾ എക്സംപ്റ്റഡ് ഗുഡ്സ് കൂട്ടുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ വാല്യൂ എന്ന് പറയുന്നത് 53,100. ഇതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? സിമ്പിൾ കാര്യമില്ല. ഇതുപോലെ MCQs ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്, കൺഫ്യൂസ്ഡ് ആവരുത്. നമ്മൾ ഈ പഠിച്ച പോയിന്റ്, കൺസെപ്റ്റ് മാത്രം ഓർത്ത് വയ്ക്കുക, ഉത്തരം എഴുതുക. കാരണം അതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് ചില സിറ്റുവേഷൻസ് നോക്കാം. അതായത് E-way ബില്ല് റിക്വയർഡ് അല്ലാത്ത, അതായത് E-way ബില്ലിൻ്റെ ആവശ്യമില്ലാത്ത ചില സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഇത് പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ പഠിച്ച കാര്യം ഒന്നും കൂടെ റീവൈൻഡ് ചെയ്യുക, നമ്മുടെ മെമ്മറിയിൽ നിന്ന് കളക്ട് ചെയ്യുക. അതായത് ഇത്രയും നാൾ നമ്മൾ പഠിച്ചതെന്ന് വെച്ചിട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, E-way ബില്ലിൻ്റെ ആവശ്യമില്ലാത്ത സിറ്റുവേഷൻസ്. അതായത് നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും സാറ്റിസ്ഫൈ ചെയ്യാത്ത സിറ്റുവേഷനാണ് അതൊക്കെ. നമ്മൾ ഒന്ന് പറഞ്ഞു, ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം. എന്തായിരിക്കണം? ടാക്സബിൾ സപ്ലൈ ആയിരിക്കണം. അപ്പോൾ എക്സംപ്റ്റഡ് ഗുഡ്സിനെ നമുക്ക് പുറത്താക്കാം. പിന്നെ സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? വേണ്ട, സപ്ലൈ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നില്ല, അപ്പോൾ നമ്മൾ ടാക്സ് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ GSTയുടെ പെർസ്പെക്റ്റീവിൽ വരാത്ത കുറേ സാധനങ്ങളില്ലേ? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ് ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ GSTയുടെ പെർസ്പെക്റ്റീവ് നിന്ന് മാറ്റി നിർത്തിയില്ലേ? അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യേണ്ട? നമുക്ക് ഈ ഗുഡ്സുകളൊക്കെ ആണെങ്കിൽ അവിടെ എന്ത് വേണ്ട? E-way ബില്ല് ഒരിക്കലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യം ഇല്ല. അപ്പോൾ നമുക്ക് ആ പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 13 ഉണ്ട് നമുക്ക് E-way ബില്ല് റിക്വയർ വേണ്ടാത്ത സിറ്റുവേഷൻസ്. 13 ഉണ്ട്. നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാം. കുറേയൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഒന്നാമത്തെ നോക്കിയേ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് എക്സംപ്റ്റഡ് ഗുഡ്സ്. അതായത് GSTയുടെ പെർസ്പെക്റ്റീവ് നിന്ന് നമ്മൾ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ ഗുഡ്സിലെ എക്സംപ്റ്റഡ് ഗുഡ്സ് ഏതൊക്കെയാണ്? ആൽക്കഹോളിക് ലിക്കർ ഫോർ ഹ്യൂമൻ കൺസംഷൻ, പെട്രോൾ, ഡീസൽ, ഏവിയേഷൻ ടർബൈൻ ഫ്യൂവൽ, നാച്ചുറൽ ഗ്യാസ്, ക്രൂഡ്, പെട്രോളിയം. അപ്പോൾ ഈ ഐറ്റംസിനൊന്നും എന്ത് വേണ്ട? E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്ത രണ്ടാമത്തെ നോക്കിയേ, ഗുഡ്സ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ് ഓർ നോട്ട് സപ്ലൈഡ് ആസ് പെർ ഷെഡ്യൂൾ 3. അതായത് ഷെഡ്യൂൾ 3 നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ. ഇത് ട്രാൻസ്പോർട്ട് ചെയ്താൽ ഇവിടെ എന്ത് വേണ്ട? E-way ബില്ലിൻ്റെ ആവശ്യം ഇല്ല. ഷെഡ്യൂൾ 3 എന്താണെന്ന് അറിയാലോ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. ഇനി നോക്കിയേ, താഴെ കുറച്ച് കേസുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ മൂന്നാമത്തെ പോയിന്റിലാണ് നമ്മൾ ഈ പറഞ്ഞ 13 പോയിന്റുകളുള്ളത്. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ലോജിക്ക് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ വരുന്ന കാര്യമുള്ളൂ. ആകെ 3 സിറ്റുവേഷനേ ഉള്ളൂ. 2 നമ്മൾ പഠിച്ചു. ഇനി മൂന്നാമത്തേനകത്ത് പറഞ്ഞിരിക്കുന്ന ഈ താഴെ പറയുന്ന ഗുഡ്സുകൾക്കൊന്നും E-way ബില്ല് വേണ്ട. അപ്പോൾ നമുക്ക് താഴെ പറയുന്ന ഗുഡ്സ് എന്തൊക്കെയാണ് നോക്കാം. 13 ഉണ്ട്. ജസ്റ്റ് ചുമ്മാ കേട്ടിരിക്കുക, നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും. LPG, നമ്മുടെ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, നമ്മുടെ വീട്ടിലൊക്കെ കുക്കിങ്ങിന് വേണ്ടി വരുന്ന കുക്കിംഗ് ഗ്യാസ് ഇല്ലേ, അത് തന്നെ LPG. അവിടെ എന്ത് വേണ്ട? E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്ത കെറസിൻ ഓയിൽ, മണ്ണെണ്ണ, ജ്വല്ലറി, നമ്മുടെ ജ്വല്ലറീസിലെ ആഭരണങ്ങൾ, അതൊക്കെ ജെം സ്റ്റോൺ, അതൊക്കെ അതിനകത്ത് വരും. പിന്നെ കോറൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഇതിൻ്റെ എക്സാക്റ്റ് വേർഡ് മീനിങ് എന്ന് പറയുന്നത് നമ്മുടെ ആനിമൽസിലെ ലൈഫ് സ്റ്റോക്കിനെയൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയിലെ കണ്ടിട്ടില്ലേ? ഈ കുതിരകളെയൊക്കെ അവരെയൊക്കെ വളർത്തുന്നത് നമ്മുടെ ഈ തടി കൊണ്ട് ഒരു ചെറിയൊരു ഫെൻസ്, ഒരു വേലി പോലെ ഉണ്ടാക്കി വയ്ക്കും. ആ ഒരു സർക്കുലർ ഒരു റൗണ്ട് ആയിട്ടായിരിക്കും അതുപോലെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതിനാണ് എന്തെന്ന് വിളിക്കുന്നത്? കോറൽ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റോക്കിനാണ് ഇവർ എന്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്? നമ്മൾ ഈ കോറൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. അടുത്ത കറൻസി ഇവിടെ എഴുതേണ്ട കാര്യം പോലും ഇല്ല. കാരണം എന്താണ്? കറൻസി എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ വരുമോ? ഇല്ല. നമ്മൾ ആദ്യമേ പഠിച്ചപ്പോൾ പറഞ്ഞതാ, കറൻസി മണിയൊന്നും ഗുഡ്സിൻ്റെ ഡെഫിനിഷനിൽ വരില്ല. അപ്പോൾ അത് എഴുതേണ്ട കാര്യമില്ല. അടുത്തതെന്ന് നോക്കി, പോസ്റ്റൽ ബാഗേജ് ട്രാൻസ്പോർട്ടഡ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് യൂസ് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആൻഡ് പേഴ്സണൽ എഫക്ട്സ്. അതായത് നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്ന ഐറ്റംസ്, നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്ന സാധനങ്ങൾ, അത് എന്തുകൊണ്ട് ഇതിൽ വരണ്ടെന്ന് പറയുന്നതിൻ്റെ കാരണം എന്തെന്ന് അറിയാമോ? നമ്മൾ പോസ്റ്റ് വഴി അയക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് അവർക്ക് തുറന്നു നോക്കാൻ പറ്റുമോ? അത് ടാക്സബിൾ ഗുഡ്സ് ആണോ, അത് എക്സംപ്റ്റഡ് ഗുഡ്സ് ആണോ, പേഴ്സണൽ എഫക്ട്സ് ആണോ, എന്താണെന്ന് അവർക്ക് തുറന്നു നോക്കാൻ പറ്റില്ല. നമ്മൾ അയക്കുന്ന സാധനം അതുപോലെ കോൺഫിഡൻഷ്യലായിട്ട് അവിടെ പോകേണ്ടി വരും. അതുകൊണ്ട് പോസ്റ്റൽ ബാഗേജ്, നമ്മൾ പോസ്റ്റൽ വഴി അയക്കുന്ന സാധനങ്ങളൊന്നും എന്ത് ചെയ്യത്തില്ല, നമുക്ക് E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്ത എന്താണെന്ന് നോക്കി, ഗുഡ്സ് ട്രാൻസ്പോർട്ടഡ് ബൈ നോൺ മോട്ടറൈസ്ഡ് വെഹിക്കിൾ. അതായത് മോട്ടർ ഇല്ലാത്ത വെഹിക്കിൾ, കാളവണ്ടിയൊക്കെ ഇല്ലേ, കാളവണ്ടി, സൈക്കിൾ, ഇതുപോലുള്ള എന്ത് ചെയ്യുക, മോട്ടർ ഇല്ലാത്ത വെഹിക്കിൾ, കൈകൊണ്ട് വലിച്ചുകൊണ്ട് പോകുന്നതും, അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ കൂട്ടി പോകുന്നതും, മെക്കാനിക്കലായിട്ട് നമ്മുടെ എഫർട്ട് എടുത്ത് പോകുന്ന ഇതുപോലുള്ള വെഹിക്കിളായിട്ട് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്താൽ അവിടെ എന്ത് വേണ്ട? E-way ബില്ലിൻ്റെ ആവശ്യം ഇല്ല. ഇനി അടുത്ത് നോക്കി, സപ്ലൈ ഓഫ് ഗുഡ്സ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റി. അതായത് ഗവൺമെൻറ് എന്തെങ്കിലും സപ്ലൈ ഓഫ് ഗുഡ്സ് നടത്തുകയാണെങ്കിൽ അവിടെ വേണ്ട. അടുത്ത എനി മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് കോസ്റ്റ് ബൈ ഡിഫൻസ്. നമ്മുടെ ഡിഫൻസ് ഫോർമേഷൻ അണ്ടർ മിലിറ്ററി മിനിസ്ട്രി ഓഫ് ഡിഫൻസ്. അതായത് നമ്മുടെ മിലിറ്ററി, നമ്മുടെ പട്ടാളം, അല്ലെങ്കിൽ നാവികസേന, കരസേന, വായുസേനയൊക്കെ ഇല്ലേ, അപ്പോൾ അവരുടെ എന്തെങ്കിലും ഗുഡ്സ്, അവരുടെ എന്തെങ്കിലും സംഭവങ്ങളാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നെങ്കിൽ അവിടെ E-way ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. അടുത്ത എന്താണെന്ന് നോക്കിയേ,
where goods being transported are ട്രാൻസിറ്റ് ഫ്രം നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ. നേപ്പാളിൻ്റെയും ഭൂട്ടാനും നമ്മൾ മുമ്പ് എവിടെയോ പഠിച്ചു. അപ്പം ഞാൻ പറഞ്ഞിരുന്നു എന്ത്, നേപ്പാളും ഭൂട്ടാൻ എന്ന് പറയുന്നത് ലാൻഡ് ലോക്ക്ഡ് കൺട്രീസാണ്. അതിൻ്റെ എല്ലാ സൈഡും ലാൻഡാൽ, നമ്മുടെ കരയാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്താൽ അവിടെ എന്ത് വേണ്ട, നമ്മുടെ വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇനി അടുത്ത 14th സിറ്റുവേഷൻ എന്താണെന്ന് നോക്കിയേ. ഗുഡ്സ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ് ഫ്രം കസ്റ്റംസ് പോർട്ട് ടു ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോ. അതായത് കസ്റ്റംസ് പോർട്ടിൽ നിന്ന് നമ്മൾ ഇൻലാൻഡ് കണ്ടെയ്നർ ഡിപ്പോയിലോട്ട് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ കസ്റ്റംസ് പോർട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കസ്റ്റംസിൻ്റെ എല്ലാ സാധനങ്ങളും വന്ന് അടിയുന്നത് ആ പോർട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് സാധനമെങ്കിൽ അവരെന്ത് ചെയ്യും, ഇവിടുന്ന് നിങ്ങൾ നേരെ ഒരു കാര്യം ചെയ്യും, ഈ സാധനം നേരെ കണ്ടെയ്നർ ഡിപ്പോയിലോട്ട് കൊണ്ടുപോകാൻ. കണ്ടെയ്നർ ഡിപ്പോ ഉണ്ടല്ലേ നമ്മുടെ സിനിമകളിലൊക്കെ, നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയില്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് സിനിമയുടെ തുടക്കത്തിൽ പൃഥ്വിരാജിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഷോട്ടിൽ കണ്ടില്ലേ കുറേ കണ്ടെയ്നേഴ്സ് ഉള്ള ഡിപ്പോ. അവിടെയാണ് ഈ കണ്ടെയ്നേഴ്സും കാര്യങ്ങളെല്ലാം അവിടെ പ്ലേസ് ചെയ്തിരിക്കും. നമ്മുടെ ഗുഡ്സ് എല്ലാം അവിടെ വെച്ചിട്ടാണ് തരംതിരിച്ച് ഓരോ സ്ഥലത്തോട്ട് മാറ്റിയിട്ട് ഓരോ ഷിപ്പിൽ എവിടെയാണെന്ന് വെച്ചാൽ അങ്ങോട്ടൊക്കെ മാറ്റുന്നത്. അപ്പോൾ കണ്ടെയ്നർ ഡിപ്പോസിലോട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ആ കസ്റ്റംസ് പോർട്ടിൽ നിന്ന് കണ്ടെയ്നർ ഡിപ്പോസിലോട്ട് എന്ത് ചെയ്യുക, ട്രാൻസ്പോർട്ടേഷൻ ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണ്ട, നമ്മുടെ വേ ബില്ലിൻ്റെ ആവശ്യമില്ല. അടുത്ത എം ടി കാർഗോ കണ്ടെയ്നേഴ്സ്, നമ്മൾ സാധനം കൊണ്ട് കൊടുത്തിട്ട് തിരിച്ച് കണ്ടെയ്നേഴ്സും കൊണ്ട് തിരിച്ച് വരത്തില്ലേ, ആ എം ടി കാർഗോ കണ്ടെയ്നേഴ്സിന് എന്ത് വേണ്ട, വേ ബില്ലിൻ്റെ ആവശ്യമില്ല. അടുത്ത ഗുഡ്സ് ആർ ബീങ് ട്രാൻസ്പോർട്ടഡ് അപ്പോൺ എ ഡിസ്റ്റൻസ് ഓഫ് 20 കിലോമീറ്റേഴ്സ് ഫ്രം ദ പ്ലേസ് ഓഫ് ബിസിനസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. അതായത് നമ്മുടെ ബിസിനസ് പ്ലേസിൽ നിന്ന് 20 കിലോമീറ്ററിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വേ ബില്ലിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ബിസിനസ് പ്ലേസ്, നമ്മുടെ പ്ലേസ് ഓഫ് ബിസിനസ്സിനകത്ത് നിന്ന് 20 കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ ഗുഡ്സ് 20 കിലോമീറ്ററിനുള്ളിലാണ് നമ്മൾ ആർക്കെങ്കിലും ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ വേ ബില്ലിൻ്റെ ആവശ്യം ഇല്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ഒരിക്കലും മറക്കരുത്. 20 കിലോമീറ്റർ, നമ്മുടെ ബിസിനസ് പ്ലേസിൽ നിന്ന് ചുറ്റിലുള്ള 20 കിലോമീറ്ററിലേക്കാണ് നമ്മൾ നമ്മുടെ ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവിടെ വേ ബില്ലിൻ്റെ ആവശ്യം ഇല്ല. ഇത് വളരെ റെലവൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നോക്കാം. അതായത് ആരാണ് വേ ബില്ല് ഉണ്ടാക്കി നമുക്ക് വേ ബില്ല് എന്ന് പറയുന്ന ആ ഒരു സാധനം ജനറേറ്റ് ചെയ്യുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, നിങ്ങൾ മടിക്കരുത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, നമുക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. നമ്മൾ നോക്കി വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് ആരാണ്. ഒന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സപ്ലയർ ചിലപ്പോൾ രജിസ്റ്റേർഡ് ആയിരിക്കാം, ചിലപ്പോൾ എന്ത് ചെയ്യാം, നോൺ രജിസ്റ്റേർഡ് ആയിരിക്കാം, അതായത് അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം. സപ്ലയർ രജിസ്റ്റേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത GSTയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്ത ഒരാളായിരിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്ലയർ രജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലയർ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഈ ജനറേറ്റ് വേ ബിൽ നമ്മുടെ സപ്ലയർ തന്നെ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. അത് ഏതിലാന്ന് നോക്കിയേ, പാർട്ട് ബി ഓഫ് GST EWB 01. നമ്മൾ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കുന്ന ഫോം ഏതാണെന്ന് പറഞ്ഞേ, GST REG 01. അത് നമ്മൾ കുറേ പഠിച്ചു. 1, 2, 3, 4, 5, 6, 14, 13 ഒക്കെ പഠിച്ചു. അതെല്ലാം മറക്കരുത്, ഓർത്ത് വെച്ചിരിക്കാം. അപ്പോൾ നോക്കി, ഇവിടെ നോക്കി, അതായത് സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ നമ്മുടെ സപ്ലയർ തന്നെ എന്ത് ചെയ്യും, വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യും. അതിൻ്റെ ഫോം ഏതാണ്, പാർട്ട് എ GST EWB 01. പാർട്ട് എ GST EWB 01. പാർട്ട് എ GST EWB 01. ഓക്കെ. ഇനി നമ്മുടെ സപ്ലയർ രജിസ്റ്റേർഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നോക്കി, നമ്മുടെ സപ്ലയർ രജിസ്റ്റേർഡ് അല്ല. അങ്ങനെയാണെങ്കിൽ 2 കേസ് നോക്കുക. നമ്മൾ അടുത്ത് നോക്കേണ്ടത് നമ്മുടെ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണോ നോക്കാം. നമ്മുടെ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണോ നോക്കാം. സപ്ലയർ രജിസ്റ്റേർഡ് അല്ല. ഇനി നമ്മൾ ആ ഗുഡ്സ് ആർക്കാണോ കൊടുക്കുന്നത് അയാൾ രജിസ്റ്റേർഡ് പേഴ്സൺ ആണോ അല്ലെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ നോക്കുക നമ്മുടെ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണോ അല്ലെന്ന് നോക്കുക. അപ്പോൾ ഒന്നുകിൽ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആയിരിക്കാം, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് അല്ലായിരിക്കും. നോക്കി, അപ്പോൾ റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ റെസിപ്പിയൻ്റ് ഷാൾ ജനറേറ്റ് വേ ബിൽ. റെസിപ്പിയൻ്റ് വേ ബില്ല് ജനറേറ്റ് ചെയ്യണം. ഏത് ഫോമിൽ ജനറേറ്റ് ചെയ്യുന്ന ഫോം ഇത് തന്നെ. ഏതാണ്, പാർട്ട് എ ഓഫ് GST EWB 01. ഓക്കെ അല്ലേ. ഇനി നമ്മുടെ റെസിപ്പിയൻറ്റും എന്ത് ചെയ്യുക, രജിസ്റ്റേർഡ് അല്ല. നമ്മുടെ സപ്ലയർ രജിസ്റ്റേർഡ് അല്ല, റെസിപ്പിയൻറ്റും രജിസ്റ്റേർഡ് അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ട്രാൻസ്പോർട്ടറില്ലേ, നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണെങ്കിൽ ആ ട്രക്കിൽ കൊണ്ടുപോകത്തില്ലേ ആ ട്രാൻസ്പോർട്ടറാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഒരു മൂവ്മെൻറ്റ് ഓഫ് സപ്ലൈ ഉണ്ട്. നമ്മൾ ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. നമ്മുടെ സപ്ലയർ രജിസ്റ്റേർഡ് ആണെങ്കിൽ സപ്ലയർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക. സപ്ലയർ രജിസ്റ്റേർഡ് അല്ല, പക്ഷേ റെസിപ്പിയൻ്റ് ആണ് രജിസ്റ്റേർഡ് എങ്കിൽ റെസിപ്പിയൻ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. സപ്ലയറും രജിസ്റ്റേർഡ് അല്ല, റെസിപ്പിയൻ്റ് രജിസ്റ്റേർഡ് അല്ലെങ്കിൽ ആര് പ്രൊഡ്യൂസ് ചെയ്യണം, നമ്മുടെ ട്രാൻസ്പോർട്ടർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. എന്തായാലും വേ ബില്ല് കമ്പൽസറി ആണ്. പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഫോം ഏതാണ്, ഫോം എന്ന് പറയുന്നത് നമ്മുടെ GST EWB 1ൻ്റെ പാർട്ട് എ. GST EWB 1ൻ്റെ പാർട്ട് എ. ഓക്കെ അല്ലേ. സംശയമുണ്ടോ? സംശയമില്ലല്ലോ. ഇനി നമുക്ക് വേ ബില്ലിൻ്റെ വാലിഡിറ്റി എന്താണെന്ന് നോക്കാം. അതായത് എത്ര നാളത്തേക്കാണ് നമ്മൾ വേ ബില്ല് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്ക് ആ വേ ബില്ലിൻ്റെ വാലിഡിറ്റി എന്താണെന്ന് നോക്കാം. സിമ്പിൾ കാര്യമാണ്. നോക്കിയേ, ഒന്നാമത്തത് ഇൻ കേസ് ഓഫ് ഓവർ ഡയമെൻഷണൽ കാർഗോ. രണ്ടാമത്തെ കേസ് എന്താ നോക്കി, ഇൻ കേസ് ഓഫ് ഡയമെൻഷണൽ കാർഗോ. അത് നോക്കി, ഓവർ ഡയമെൻഷണൽ കാർഗോ എന്താണെന്നും
നമ്മുടെ വെറും ഡയമെൻഷണൽ കാർഗോ എന്താണെന്ന് നമുക്ക് ഒരു ഡൗട്ട് വരും അല്ലേ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഓവർ ഡയമെൻഷണൽ കാർഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ട്രക്കുകളൊക്കെ ഇല്ലേ, വലിയ നല്ല ഹ്യൂജ് ട്രക്കുകൾ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാറൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കുകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, വലിയ കണ്ടെയ്നേഴ്സ് കാണുക. കണ്ടെയ്നേഴ്സിനകത്ത് 2ഉം 3ഉം തട്ടുകൾ കാണും. ഈ 2ഉം 3ഉം തട്ടുകൾക്കകത്ത് നമ്മൾ ഈ കാറുകൾ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കും. അതായത് ഒരു 10, 20, 30 കാറുകളൊക്കെ ആ ഒരു ട്രക്കിന് വലിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇതിനാണ് എന്തെന്ന് വിളിക്കുന്നത്, ഓവർ ഡയമെൻഷണൽ കാർഗോ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ വലിയ സ്റ്റീൽ ബാറുകളൊക്കെ കൊണ്ടുപോകണം, 20 അടിയിൽ കൂടുതൽ നീളമുള്ള ഈ വലിയ സ്റ്റീൽ ബാർ, നമ്മളെ വലിയ കെട്ടിടങ്ങളൊക്കെ കെട്ടാനുള്ള കമ്പികളില്ലേ, സ്റ്റീൽ ബാറുകൾ, അതൊക്കെ കൊണ്ടുപോകുന്ന ട്രക്കുകൾ കണ്ടിട്ടില്ലേ. നല്ല ഹെവി ലെങ്ത് ആയിരിക്കും. ഒരു 10, 20, 20 ടയറൊക്കെ ഉള്ള 20 അടിയിൽ കൂടുതൽ നീളമുള്ള ട്രക്കുകളായിരിക്കും എന്ന് പറയുന്നത് ഈ ഓവർ ഡയമെൻഷണൽ കാർഗോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ സ്പീഡ് വളരെ കുറവായിരിക്കും. ഇവരുടെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. ഒരു ദിവസം കൊണ്ട് തുച്ഛമായ ദൂരം മാത്രമേ പോകാൻ പറ്റൂ. ഇനിയല്ല വെറും ഡയമെൻഷണൽ കാർഗോ ആണെങ്കിൽ, വെറും ഡയമെൻഷണൽ കാർഗോ എന്ന് പറയുന്നത് നമ്മുടെ സാധാ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന വണ്ടികളില്ലേ, ചെറിയ ട്രക്കുകൾ, ഇതൊക്കെ എന്ത് ചെയ്യും, പറന്നു പോകും. നമ്മുടെ ഒമിനി വാൻ, അതുപോലുള്ള വാനും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയാണ് ഡയമെൻഷണൽ കാർഗോ എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് നല്ല സ്പീഡിന് പോകാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ 2 സിറ്റുവേഷനിൽ നമ്മുടെ ഈ ഇ-വേ ബില്ലിൻ്റെ വാലിഡിറ്റി എന്താണെന്ന് നോക്കാം. നോക്കി, ഓവർ ഡയമെൻഷണൽ കാർഗോയാണ്, അതായത് പയ്യെ പോണ വലിയ വണ്ടികളൊക്കെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അപ് ടു 20 കിലോമീറ്റേഴ്സ്, 20 കിലോമീറ്ററുകൾ വരെ ഉള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ 1 ഡേ ആണ് നമ്മുടെ ഇ-വേ ബില്ലിൻ്റെ വാലിഡിറ്റി. ഓക്കെ അല്ലേ. അതായത് 20 കിലോമീറ്റർ അവർക്ക് ഒരു ദിവസം പോകാൻ പറ്റുമെന്ന് നമ്മുടെ ഗവൺമെൻറ് കണക്കാക്കി വെച്ചിട്ടുണ്ട്. 20 കിലോമീറ്റർ വരെയാണ് പോകണമെങ്കിൽ 1 ഡേ ആണ് വാലിഡിറ്റി. ഇ-വേ ബില്ലിൻ്റെ വാലിഡിറ്റി 1 ഡേ ആണ്. ഇനി നമ്മൾ 20 കിലോമീറ്റർ കഴിഞ്ഞു, ഇനി നമ്മൾ എന്ത് കഴിഞ്ഞു, 20 കിലോമീറ്റർ കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ അഡീഷണൽ വരുന്ന ഓരോ 20 കിലോമീറ്ററുകൾക്കും നമുക്ക് ഓരോ ദിവസം കൂടെ അഡീഷണൽ തരും. അഡീഷണൽ വരുന്ന ഓരോ 20 കിലോമീറ്റേഴ്സിനും നമുക്ക് ഓരോ ഡേയ്സും കൂടെ അഡീഷണൽ തരും. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വലിയ TMT സ്റ്റീൽ ബാറൊക്കെ കൊണ്ടുപോകുന്ന ഒരു വലിയ കണ്ടെയ്നറാണെന്ന് സങ്കല്പിക്കുക. അത് നമ്മുടെ ഒത്തിരി ദൂരം, ഒരു മിനിമം ഒരു 200, 300 കിലോമീറ്റേഴ്സൊക്കെ ട്രാവൽ ചെയ്ത് പോകേണ്ട ഡിസ്റ്റൻസിലാണ് ഇവർ ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് സങ്കല്പിക്കാം. അങ്ങനെയാണ് നോക്കി, ഒരു 300 കിലോമീറ്ററിനകത്ത് എത്ര 20 കാണുമെന്ന് നോക്കും. അത്രയും 20കൾക്ക് നമ്മൾ ആദ്യത്തെ 20ന് 1 ഡേ, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ 20കൾക്കും എത്ര, ഓരോ ദിവസം ഇവരെന്ത് ചെയ്യും, നമ്മുടെ അലോട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ 300 കിലോമീറ്റർ ഉണ്ട്, 20 കിലോമീറ്റർ വെച്ച് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 15 ദിവസമായിരിക്കും എന്തെന്ന് പറയുന്ന ആ ഇ-വേ ബില്ലിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. പിന്നെ ഒരു സാധനമുണ്ട്, പാർട്ട് ദെയർ ഓഫ്. എവിടെ കേട്ടിട്ടുണ്ട് നമ്മൾ, നേരത്തെ ഡയറക്റ്റ് ടാക്സ് പഠിച്ചത് ഓർമ്മയില്ലേ, ഇൻകം ടാക്സ്, അവിടെയാണ് ഈ പാർട്ട് ദെയർ ഓഫ് പഠിക്കുന്നത് അല്ലേ. പാർട്ട് ദെയർ ഓഫ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള, ഇപ്പം 20 എന്നുള്ളത് 21 കിലോമീറ്റർ ആണെങ്കിൽ 20 ദിവസം വരെ നമുക്ക് അഡീഷണൽ 1 ഡേ കിട്ടും. പിന്നെ ബാക്കിയുള്ള പാർട്ട് ദെയർ ഓഫ് 1 ദിവസത്തിനും കൂടെ നമുക്ക് അഡീഷണൽ 1 ഡേ കിട്ടും. അതാണ് പാർട്ട് ദെയർ ഓഫ് എന്ന് പറയുന്നത്. അതൊന്നും റെലവൻ്റ് അല്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മാത്രം മതി. അടുത്ത ഡയമെൻഷണൽ കാർഗോ ആണെങ്കിലോ, ഡയമെൻഷണൽ കാർഗോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പോകാൻ പറ്റുന്ന വണ്ടി, അത്രയ്ക്ക് വലിയ എന്ത് ചെയ്യുക, ലോഡൊന്നും കൊണ്ടുപോകാത്ത നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റുന്ന നമ്മുടെ വാൻ പോലുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അപ് ടു 100 കിലോമീറ്റേഴ്സ്, ഓരോ 100 കിലോമീറ്ററിനാണ് എത്ര കൊടുക്കുന്നത്, 1 ഡേ. ഓരോ 100 കിലോമീറ്ററിന് 1 ഡേ, അഡീഷണൽ ആയിട്ടുള്ള ഓരോ 100 കിലോമീറ്റർക്കും പിന്നെ എക്സ്ട്രാ 1 ഡേ. അപ്പോൾ നോക്കിയാൽ വലിയ വണ്ടിയാണെങ്കിൽ ഓവർ ഡയമെൻഷണൽ ആയിട്ടുള്ള കാർഗോ ആണെങ്കിൽ അവിടെ 20 കിലോമീറ്റർക്ക് 1 ഡേ. ഇനി അല്ല, സാധാ ഓവർ ഒന്നും അല്ല, ഡയമെൻഷണൽ ആയിട്ടുള്ള കാർഗോയ്ക്ക് ആണെങ്കിൽ ഓരോ 100 കിലോമീറ്റേഴ്സിനും 1 ഡേ. ഓക്കെ അല്ലേ. ഇനി ഈ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്ന് അറിയാമോ, നമ്മളെ പിൻകോഡില്ലേ, പിൻകോഡിൻ്റെ ബേസിലായിരിക്കും ഡെസ്റ്റിനേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇ-വേ ബില്ലിന് വേണ്ടിയിട്ടുള്ള ഫോം പൂരിപ്പിക്കുമ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്ന് എവിടം വരെയാണ് എന്ത് ചെയ്യുന്നത്, ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പിൻകോഡും നമ്മൾ ആ കൊണ്ടുപോകുന്ന ഡെസ്റ്റിനേഷൻ്റെ പിൻകോഡ് അടിക്കുക. അപ്പോൾ നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ പോലെ അവരുടെ എന്ത് ചെയ്യുക, അവിടെ സ്വന്തമായിട്ട് കുറേ ഡേറ്റാബേസ് ഉണ്ട്, അതിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ക്രിയേറ്റ് ചെയ്ത് തരും, ഇ-വേ ബില്ല് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ അല്ലേ. അപ്പോൾ ഇ-വേ ബില്ല് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നു. ഇ-വേ ബില്ല് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാനുള്ളത് റിവേഴ്സ് ചാർജ് ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്, റിവേഴ്സ് ചാർജ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾ ഒട്ടും ലാഗ് ചെയ്യരുത്, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. വേണമെങ്കിൽ നിങ്ങൾ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്തതിന് ശേഷം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് വന്നിരുന്ന ഈ ടോപ്പിക്ക് കേൾക്കുക. എന്താണ് റിവേഴ്സ് ചാർജ്. അപ്പോൾ നമുക്ക് റിവേഴ്സ് ചാർജ് എന്താണെന്ന് നോക്കാം. റിവേഴ്സ് ചാർജ് എന്താണ് നമ്മൾ പല പ്രാവശ്യം നമ്മൾ ഈ ലെക്ചർ തുടങ്ങി അന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിവേഴ്സ് ചാർജ് എന്താണ്, റിവേഴ്സ് ചാർജ് എന്തായിരുന്നു റിവേഴ്സ് ചാർജ്, ഫോർവേഡ് ചാർജ് എന്താണെന്ന് നമുക്കൊന്നും കൂടെ പറയാം. അതായത് നോർമൽ കേസുകളിൽ ഒരു ടാക്സബിൾ സപ്ലൈ നടക്കുകയാണെങ്കിൽ, ഒന്നുകൂടെ പറഞ്ഞേ, നോർമൽ കേസിൽ ഒരു ടാക്സബിൾ സപ്ലൈ നടക്കുകയാണെങ്കിൽ ആ സപ്ലൈയുടെ ടാക്സ് തരുന്നത് ആരായിരിക്കും, കസ്റ്റമർ ആയിരിക്കും. ആ ടാക്സ് കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത് സപ്ലയറാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്നത്. സപ്ലയറാണ് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് GST ഇനത്തിൽ അടയ്ക്കുന്നത്. അതിന് ഫോർവേഡ് ചാർജ് എന്ന് വിളിക്കും. അതിനെന്തെന്ന് വിളിക്കും, ഫോർവേഡ് ചാർജ്. ഇനി ചില സിറ്റുവേഷനിലൊക്കെ റിവേഴ്സ് ചാർജിലാണ് ടാക്സ് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു അല്ലേ. എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ സപ്ലയർ ടാക്സ് കളക്ട് ചെയ്യില്ല, സപ്ലയർ ആ ഗുഡ്സിൻ്റെ വാല്യൂ മാത്രമേ കളക്ട് ചെയ്യൂ. നമ്മുടെ റെസിപ്പിയൻ്റ് എന്ത് ചെയ്യണം, ഡയറക്റ്റ് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, ടാക്സ് പേ ചെയ്യണം. അതാണ് റിവേഴ്സ് ചാർജ് സ്കീം എന്ന് പറയുന്നത്, റിവേഴ്സ് ചാർജ് മെക്കാനിസം എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ പലവട്ടം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം എന്താണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. നോക്കി, റിവേഴ്സ് ചാർജ് സർവീസിനുണ്ട്, ഗുഡ്സിനുണ്ട്. റിവേഴ്സ് ചാർജ് ആർക്കൊക്കെ ഉണ്ട്, റിവേഴ്സ് ചാർജ് ഇൻ ദ കേസ് ഓഫ് സർവീസും ഉണ്ട്, റിവേഴ്സ് ചാർജ് ഇൻ ദ കേസ് ഓഫ് ഗുഡ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് ഗുഡ്സിനും പഠിക്കാം, സർവീസിനും പഠിക്കാം. ഈ സർവീസിനെ റിലേറ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് 9(3)ഉം 9(4)ഉം ആണ്. സർവീസിനെ റിലേറ്റ് ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 9 സബ്സെക്ഷൻ 3ഉം 9 സബ്സെക്ഷൻ 4ഉം ആണ്. സെക്ഷൻ 9 സബ്സെക്ഷൻ 3ഉം സെക്ഷൻ 9 സബ്സെക്ഷൻ 4ഉം ആണ് എന്തിനെ റിലേറ്റ് ചെയ്യുന്നത്, നമ്മുടെ സർവീസിനെ റിലേറ്റ് ചെയ്യുന്നത്. ഗുഡ്സിനെ റിലേറ്റ് ചെയ്യുന്നതാണെങ്കിലോ 9 സബ്സെക്ഷൻ 4ഉം പിന്നെ നോട്ടിഫിക്കേഷൻ 4/2017
9 സബ്സിക്വൻറ്റ് 4ഉം നോട്ടിഫിക്കേഷൻ നമ്പർ 4/2017. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഈ കിടക്കുന്ന നിങ്ങൾ വായിക്കണ്ട കേട്ടോ. ഇതൊക്കെ നമ്മൾ ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സെക്ഷൻസ് ഏതൊക്കെയാണ് പറഞ്ഞേ? 9.3, 9.4, പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻ 4/2017 നമ്മൾ പഠിക്കും. ഇനി അത് കൂടാതെ ഒരു സെക്ഷൻ കൂടെ നമ്മൾ പഠിക്കും. 9.5 എന്ത് പഠിക്കും? 9.5 പറഞ്ഞിരിക്കുന്നത് അറിയാമോ? പേഴ്സൺ അതർ ദാൻ സപ്ലയർ ഓർ റെസിപ്പിയൻ ഓഫ് സപ്ലൈ ലൈബിൾ ടു പേ ടാക്സ്. അതായത് സപ്ലയറും അല്ല റെസിപ്പിയൻറ്റും അല്ല ടാക്സ് അടയ്ക്കുന്നത്. അങ്ങനെ കുറച്ച് ആൾക്കാർ. അതും നമ്മൾ പഠിച്ചതല്ലേ 9.5. അഗ്രിഗേറ്റർ, ഒല, ഊബർ, ഓർമ്മയുണ്ടോ? നമുക്കൊന്നും കൂടെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. സിമ്പിൾ കാര്യമാണ്, നമുക്ക് പഠിക്കാം. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക, ബോറടിക്കരുത്. നമുക്ക് പെട്ടെന്ന് പഠിച്ചിട്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നോക്കിയേ, റിവേഴ്സ് ചാർജ് ഇൻ ദ കേസ് ഓഫ് സർവീസ്. നമ്മൾ ആദ്യമേ 9.3 പഠിക്കാം. റിവേഴ്സ് ചാർജ് ഇൻ ദ കേസ് ഓഫ് സർവീസ്. സർവീസിൻ്റെ റിവേഴ്സ് ചാർജ് 9.3 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കി, ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോയിങ് സർവീസസ് ടാക്സ് ഈസ് ടു ബി പെയ്ഡ് ഓൺ റിവേഴ്സ് ചാർജ്. താഴെ പറയുന്ന സർവീസുകളെല്ലാം റിവേഴ്സ് ചാർജിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. റിവേഴ്സ് ചാർജിലാണ് ടാക്സ് അടയ്ക്കേണ്ടത്. ആദ്യത്തെ സർവീസ് എന്താ നോക്കിയേ? സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റീസ്. നമ്മുടെ ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റീസോ തരുന്ന സർവീസ്. ഇത് നമ്മൾ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ എക്സംഷൻസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? എക്സംഷൻസ് പഠിച്ചപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച എക്സംഷനാണിത്. സർവീസസ് പ്രൊവൈഡഡ് ബൈ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി. നമ്മുടെ ഗവൺമെൻറ്റോ ലോക്കൽ അതോറിറ്റിയോ തരുന്ന സർവീസുകൾ നമ്മൾ എക്സംപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ കുറേ സർവീസുകൾ പഠിച്ചു അല്ലേ? അതിൽ എക്സംപ്റ്റ് ചെയ്യാത്ത 4 നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? പോസ്റ്റൽ, പിന്നെ വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ പാസഞ്ചേഴ്സ്. ഈ 3 പിന്നെ ഒരെണ്ണം ബിസിനസ് എൻറ്റിറ്റിയെ പറ്റിയിട്ട് നമ്മൾ പഠിച്ചു. ആ ബിസിനസ് എൻറ്റിറ്റിയെ റിലേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ആ കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിച്ചു. അപ്പം ബിസിനസ് എൻറ്റിറ്റിയുടെ കാര്യം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ 3 ABC എന്ന് പറയുന്ന 3 പോയിന്റില്ലേ, ആ പോയിന്റിന് ഇവിടെ റെലവൻസ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഇവിടെ ഏതൊക്കെയാണ് റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. Services provided by government or local authorities is liable to tax under reverse charge except the following. ഈ താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ഗവൺമെൻറ് സർവീസും, ടാക്സബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമ്മൾ ടാക്സ് ചെയ്യുന്നത് റിവേഴ്സ് ചാർജിലാണ്. ഒന്നും കൂടെ പറഞ്ഞേ, അതായത് ഗവൺമെൻറ് നമുക്ക് തരുന്ന സർവീസുകൾ അതിൽ കുറച്ച് നമ്മൾ എക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതവിടെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് താഴെ പറയുന്നുണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എല്ലാ ടാക്സബിൾ സപ്ലൈസും, ഗവൺമെൻറ് നമുക്ക് തരുന്ന എല്ലാ ടാക്സബിൾ സപ്ലൈ ഓഫ് സർവീസുകളും നമ്മൾ ചാർജ് ചെയ്യേണ്ടത് റിവേഴ്സ് ചാർജ് സ്കീമിലാണ്. നമുക്ക് നോക്കാം ആ എക്സെപ്റ്റ് ദ ഫോളോയിങ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ആദ്യം പറയുന്ന ഇത്ര ഐറ്റംസ് നമ്മൾ പഠിച്ചതാണ്. എക്സെപ്റ്റ് എന്ന് പറയുന്ന ഈ 4 ഐറ്റംസ് നമ്മൾ പഠിച്ചതാണ്. നോക്കി, നിങ്ങൾക്കിത് പറയുമ്പോൾ ഓർമ്മ വരും. നോക്കി, എന്താ നോക്കി? റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു എ പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ. റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു എ പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ. അതൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. നമുക്ക് ഞാൻ ആ താഴെ അതിനകത്ത് കറക്റ്റായിട്ട് എന്താ വരുന്നത് എഴുതിയിട്ടുണ്ട്. നോക്കി, എന്താ നോക്കി? രജിസ്റ്റേർഡ് പേഴ്സണാണ് നമ്മളൊരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, രജിസ്റ്റേർഡ് പേഴ്സണാണ് ഗവൺമെൻറ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി റെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സ് അടയ്ക്കേണ്ടത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. ഒരു അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ നോർമൽ ഫോർവേഡ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞേ, റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, അത് മാത്രം നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഈ റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ടു എ പേഴ്സൺ അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ നമ്മൾ ചിന്തിക്കും റെൻറ്റിങ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി അതർ ദാൻ രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ അൺരജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പോൾ അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണോ റിവേഴ്സ് ചാർജിൽ ടാക്സ് അടയ്ക്കേണ്ടത് നമ്മൾ ചിന്തിക്കും. അല്ല, ഇവിടെ എക്സെപ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എക്സെപ്റ്റ് ഈ താഴെ പറയുന്നവരെ ഒഴികെ ബാക്കിയുള്ളതെല്ലാം റിവേഴ്സ് ചാർജിൽ. അപ്പോൾ ഇവിടെ പറയുന്നത് ഏതാണ്? അതായത് ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി നമ്മൾ രജിസ്റ്റേർഡ് പേഴ്സണിന് റെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഗവൺമെൻറ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണ് റെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്യും. അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഫോർവേഡ് ചാർജിൽ, നമ്മൾ സാധാരണ നോർമൽ പോലെ ഫോർവേഡ് ചാർജിൽ ടാക്സ് ചെയ്യും. നിങ്ങൾ ഇത് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഈ ഒരു സെൻറ്റൻസ് മാത്രം പഠിച്ചാൽ മതി. രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റിവേഴ്സ് ചാർജ്, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഫോർവേഡ് ചാർജ്. ഓക്കെ അല്ലേ? ഇനി താഴെ പറയുന്ന 3 എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പഠിച്ച എക്സംഷൻസിൽ പഠിച്ച ABC, അതിനെ നമ്മൾ ഇവിടെയും മാറ്റി നിർത്തിയേക്കുക. അതായത് നമ്മളതിനെ ഇവിടെയും മാറ്റി നിർത്തിയേക്കുക. അതിൻ്റെ അർത്ഥം ഇവിടെ അതിൽ ഫോർവേഡ് ചാർജിലാണ് നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് അർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞ ABC എന്താണെന്ന് നോക്കിയോ? അപ്പം ഞാൻ പറഞ്ഞുതരാം. സർവീസസ് ബൈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ബൈ വേ ഓഫ് എക്സ്പ്രസ് പോസ്റ്റ്, സ്പീഡ് പോസ്റ്റ്, ലൈഫ് ഇൻഷുറൻസ്, ഏജൻസി സർവീസസ് ഓൺ കമ്മീഷൻ ബേസിസ്. നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കി, സർവീസസ് ഇൻ റിലേഷൻ ടു വെസൽ ഓർ എയർക്രാഫ്റ്റ് ഇൻസൈഡ് ഓർ ഏരിയ കണക്റ്റഡ് ടു ദ പോർട്ട് ഓർ എയർപോർട്ട്. അത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത് നോക്കിയേ, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ഓർ പാസഞ്ചേഴ്സ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഈ 3 ഐറ്റംസ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് നമ്മൾ ആ എക്സംഷൻസ് പഠിച്ചപ്പോൾ എന്ത് ചെയ്തു? ഈ 3 ഐറ്റത്തിന് നമ്മൾ മാറ്റി നിർത്തി. അതായത് ഈ ഐറ്റങ്ങൾ നമ്മൾ ടാക്സ് പേ ചെയ്യണമെന്ന് പറഞ്ഞു. അത് ടാക്സ് പേ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫോർവേഡ് ചാർജിലാണ് ടാക്സ് പേ ചെയ്യേണ്ടത്. കാരണം ഇവിടെ റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ പെർട്ടിക്കുലർലി പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നും എക്സെപ്റ്റ് ചെയ്യുന്ന 4 എണ്ണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ അല്ലേ? നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കരുത്, ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ എക്സംഷൻ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമ്മൾ GSTയിൽ നിന്നും എക്സംപ്റ്റ് ചെയ്യും. ഗവൺമെൻറ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമ്മൾ GSTയിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കുറേ സർവീസുകൾ നമ്മൾ പഠിച്ചു. പക്ഷേ ഒരു 4 എണ്ണത്തിന് നമ്മൾ അവിടെ മാറ്റി നിർത്തി. അതായത് 4 എണ്ണം നമ്മൾ ടാക്സ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അതിൽ 4 എണ്ണത്തിൽ ഒന്നാമത്തെയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്ന സർവീസുകൾ. അതിൽ 4 എണ്ണം: സ്പീഡ് പോസ്റ്റ്, എക്സ്പ്രസ് പോസ്റ്റ്, ലൈഫ് ഇൻഷുറൻസ് ആൻഡ് ഏജൻസി സർവീസ്. പിന്നെ രണ്ടാമത് നമ്മൾ പഠിച്ച എന്തായിരുന്നു? വെസൽ അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ. മൂന്നാമത്തെ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് പാസഞ്ചേഴ്സ്. നാലാമത് നമ്മൾ പഠിച്ച ബിസിനസിൻ്റെ കാര്യമായിരുന്നു. ബിസിനസിൻ്റെ കാര്യം നമ്മൾ അവിടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം ഡിസ്കസ് ചെയ്ത് തീർത്തു. അപ്പോൾ അതവിടെ കഴിഞ്ഞു. അപ്പോൾ ഈ മൂന്നെണ്ണം നമ്മൾ അവിടെ എക്സംഷൻസിൽ മാറ്റി നിർത്തുക. അതിൻ്റെ അർത്ഥം ഇത് ടാക്സ് ചെയ്യണം. അതിന് നമ്മൾ റിവേഴ്സ് ചാർജിൽ മാറ്റി നിർത്തുകയാണ്. അതിൻ്റെ അർത്ഥം ഇത് ടാക്സ് ചെയ്യേണ്ടത് ഏതിലാണ്? ഫോർവേഡ് ചാർജിലാണ്. നിങ്ങൾ മറക്കരുത്, ഈ 3 ഐറ്റംസ് നമ്മൾ ചാർജ് ചെയ്യേണ്ടത് ഫോർവേഡ് ചാർജിലാണ്. റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണെങ്കിലോ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ റിവേഴ്സ് ചാർജ്, അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഫോർവേഡ് ചാർജ്. കൺഫ്യൂഷൻ ഉണ്ടാകരുത്, നിങ്ങൾ തെറ്റിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പോയിന്റിലോട്ട് പോകാം. രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കിയേ? ലീഗൽ സർവീസസ് പ്രൊവൈഡഡ് ബൈ പാർട്ണർഷിപ്പ് ഫേം ഓഫ് അഡ്വക്കേറ്റ്സ് or by individual advocate or by arbitral tribunal to a business entity is taxable under reverse charge. ഈ കാര്യം നമ്മൾ എക്സംഷൻ പഠിച്ചതാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒരു ബിസിനസ് എൻറ്റിറ്റി മറ്റൊരു ബിസിനസ് എൻറ്റിറ്റിക്ക് എന്ത് കൊടുക്കുന്നു? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞ ആ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്നത് എന്താണ്? അഡ്വക്കേറ്റ് ഫേം. ഞാൻ ആ നോട്ട് എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇത് പഠിച്ചത്? ഈ സംഭവം പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഒന്ന് ആലോചിക്കുക. ഒരു ബിസിനസ് എൻറ്റിറ്റി, ഈ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് ഫേം ആണെന്ന് സങ്കല്പിക്കുക. അതൊരു അനദർ ബിസിനസ് എൻറ്റിറ്റി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ഫേമിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സെപ്റ്റ് ചെയ്യുമെന്ന് പഠിച്ചു. പക്ഷേ ടാക്സ് ചെയ്യും എപ്പോഴാണെന്ന് നോക്കി? ആ ബിസിനസ് എൻറ്റിറ്റിയുടെ, അതായത് ആ അഡ്വക്കേറ്റ് ഫേമിൻ്റെ ടേൺ ഓവർ 20 ലാഖിനും 10 ലാഖിനും എബോ ആണെങ്കിൽ നമ്മൾ ടാക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ സീനിയർ അഡ്വക്കേറ്റ് ആണെങ്കിലും ടാക്സ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ ടാക്സ് ചെയ്യുന്നത് ഏത് സ്കീമിലാണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ്. നമ്മൾ ഓൾറെഡി ഇത് അവിടെ പറഞ്ഞതാണ്, ഞാനിപ്പോൾ ഒന്നും കൂടി പറയാണ്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ നോക്കി. ഒരു അഡ്വക്കേറ്റിൻ്റെ ബിസിനസ് എൻറ്റിറ്റി, ഒരു ബിസിനസ് ഫേം മറ്റൊരു അഡ്വക്കേറ്റിനോ ഒരു ആർബിട്രൽ ട്രൈബ്യൂണലിനോ ആർക്കെങ്കിലും ഒരു സർവീസ് കൊടുക്കുകയാണെങ്കിൽ ആ ബിസിനസ് എൻറ്റിറ്റിയുടെ, അതായത് ആ അഡ്വക്കേറ്റിൻ്റെ ഫേമിൻ്റെ ടേൺ ഓവർ എന്ന് പറഞ്ഞാൽ 20 ലാഖിനും 10 ലാഖിനും എക്സീഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആൻഡ് ആ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞാൽ സീനിയർ അഡ്വക്കേറ്റ് ആണെങ്കിൽ, സീനിയർ അഡ്വക്കേറ്റ് എന്താണെന്ന് നമ്മളവിടെ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അത് ടാക്സ് ചെയ്യും. ടാക്സ് ചെയ്യേണ്ടത് ഏതിലാണ്? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ്. റിവേഴ്സ് ചാർജിലാണ് ടാക്സ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ആ കാര്യം നമ്മളിവിടെ ഒന്നും കൂടി പറയുന്നതേ ഉള്ളൂ. നിങ്ങൾ കൺഫ്യൂഷൻ ആക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമുക്ക് അടുത്ത പോയിന്റ് എന്താ നോക്കാം. അടുത്ത പോയിന്റ് നോക്കിയേ. സർവീസസ് പ്രൊവൈഡഡ് ബൈ എ GTA. ഇതും നമ്മൾ പഠിച്ചതാണ്. സർവീസസ് പ്രൊവൈഡഡ് ബൈ എ GTA ഇഫ് റെസിപ്പിയൻറ്റ് ഈസ് രജിസ്റ്റേർഡ് ഇൻ എനി, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു ആക്റ്റിൽ, ഇപ്പോൾ ഫാക്ടറീസ് ആക്റ്റിലായിക്കോട്ടെ, അല്ലെങ്കിൽ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു GSTയുടെ തന്നെ ആക്ട് ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും ഒരു ആക്റ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ GTA പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ആ റെസിപ്പിയൻറ്റ് ഏതെങ്കിലും ഒരു ആക്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അവിടെ ടാക്സ് കളക്ട് ചെയ്യേണ്ടത് ആരായിരിക്കും? നമ്മുടെ റെസിപ്പിയൻറ്റ് തന്നെ ആയിരിക്കും. അതായത് രജിസ്റ്റേർഡ് റെസിപ്പിയൻ്റ് ആണ് GTA, അതായത് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി. ഓർമ്മയില്ലേ? അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അത് നമ്മൾ ഈ സംഭവം പഠിച്ചതിൻ്റെ കൂടെ തന്നെ അവിടെ പഠിച്ചതാണ്. ഓക്കെ, നമ്മൾ പഠിച്ചതല്ലേ? നമ്മുടെ GTA, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ നമ്മൾ ഈ റോഡ് വഴിയാണെങ്കിൽ GTAയെയും കൊറിയർ ഏജൻറ്റിനെയും നമ്മൾ മാറ്റി നിർത്തി. എന്നിട്ട് നമ്മൾ GTAയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ? അതായത് സിംഗിൾ ഗുഡ്സിൻ്റെ ക്യാരേജ് എന്ന് പറയുന്നത് 1500 കൂടാൻ പാടില്ല. സിംഗിൾ കൺസൈൻമെൻറ്റ് എന്ന് പറയുന്നത് 750 കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു 3-4 പോയിന്റ് പഠിച്ചു. അപ്പോൾ അവിടെ നമ്മൾ GTA പറ്റി പറഞ്ഞു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ GTAയിൽ ടാക്സ് ചെയ്യുമെങ്കിൽ, അങ്ങനെ നമ്മൾ GTA നേരത്തെ പറഞ്ഞ രീതിയിൽ ടാക്സ് ചെയ്യുമെങ്കിൽ, അങ്ങനെ ടാക്സ് ചെയ്യുകയാണെങ്കിൽ ആ റെസിപ്പിയൻറ്റ് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ആക്റ്റിൽ, അതിൻ്റെ അർത്ഥം സിമ്പിളായിട്ട് പറഞ്ഞാൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്റ്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയൻ്റ് ആണെങ്കിൽ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യേണ്ടത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. നമുക്ക് ആക്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. ജസ്റ്റ് വായിച്ചിട്ടിരുന്നാൽ നിങ്ങൾ ഓർത്തൊന്നും വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, ഫാക്ടറീസ് ആക്ട്, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രേഷൻ അണ്ടർ എനി ലോ, എനി പേഴ്സൺ രജിസ്റ്റേർഡ് ഇൻ GST ആക്ട്സ്, എനി ബോഡി കോർപ്പറേറ്റ്സ്, എനി പാർട്ട്ണർഷിപ്പ് ഫേം, കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ഈ കാര്യങ്ങളിലൊക്കെ ഇവിടെയൊക്കെ ടാക്സ് ചാർജ് ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കും? റിവേഴ്സ് ചാർജിലായിരിക്കും. ഓക്കെയാണ്. അതായത് GTA സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതെങ്കിലും രജിസ്റ്റേർഡ് ആയിട്ടുള്ള, ഏതെങ്കിലും ആക്റ്റിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള റെസിപ്പിയൻ്റ് ആണെങ്കിൽ അവിടെ ടാക്സ് കളക്ട് ചെയ്യേണ്ടത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നാലാം സിറ്റുവേഷൻ എന്താ നോക്കാം. നാലാം സിറ്റുവേഷൻ നോക്കി. സ്പോൺസർഷിപ്പ് സർവീസ് ബൈ എനി പേഴ്സൺ ടു എ ബോഡി കോർപ്പറേറ്റ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. ഇത് ക്വസ്റ്റ്യന് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മുടെ എക്സാമിന് ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത് സ്പോൺസർഷിപ്പ് സർവീസ് ബൈ എ പേഴ്സൺ ടു എ ബോഡി കോർപ്പറേറ്റ് ഓർ പാർട്ട്ണർഷിപ്പ് ഫേം. ഒരു ബോഡി കോർപ്പറേറ്റിനോ പാർട്ട്ണർഷിപ്പ് ഫേമിനോ ഒരാൾ സ്പോൺസർഷിപ്പ് സർവീസ് കൊടുക്കുകയാണെങ്കിൽ അതാണ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് ചെയ്യുന്നത്. ഒന്നും കൂടെ പറഞ്ഞാൽ, സ്പോൺസർഷിപ്പ് സർവീസ് ഏതെങ്കിലും ബോഡി കോർപ്പറേറ്റിനോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേമിനോ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഇവിടെ എക്സെപ്റ്റ് ചെയ്യുന്നത്. സ്പോൺസർഷിപ്പ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനാണെങ്കിലോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ
ചോദിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചിരിക്കുക. അതായത് സ്പോൺസർഷിപ്പ് സർവീസ് കൊടുക്കുന്ന ആർക്കായിരിക്കണം? പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ബോഡി കോർപ്പറേറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ടാക്സ് ചെയ്യുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. അടുത്ത് നോക്കിയേ, സർവീസസ് പ്രൊവൈഡഡ് ബൈ റിക്കവറി ഏജൻറ്റ് ടു എ ബാങ്കിങ് കമ്പനി ഓർ ഫിനാൻഷ്യൽ കമ്പനീസ്. റിക്കവറിങ് ഏജൻറ്റ് എന്താണെന്ന് അറിയില്ലേ? അതായത് ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിക്കവറി ഏജൻറ്റായിട്ട് പോകത്തില്ലേ, ആ തിരിച്ചടപ്പിക്കാൻ വേണ്ടിയിട്ട് പോകും. അപ്പോൾ ഇതൊക്കെ നടത്തുന്ന ആരാണ്? റിക്കവറിങ് ഏജൻറ്റാണ്. അതായത് ബാങ്കിൻ്റെ സ്ഥിരം എംപ്ലോയീസ് ആയിരിക്കത്തില്ല. ഇവർ ആ റിക്കവറി എത്ര നടത്തുന്നോ ആ റിക്കവറിയുടെ കുറച്ച് പെർസെൻറ്റേജ് ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും? കമ്മീഷൻ പേ ചെയ്യും. അപ്പോൾ ഈ റിക്കവറി ഏജൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നമ്മുടെ ബാങ്കുകൾക്കും ഒക്കെ കൊടുക്കുന്ന സർവീസ് റിവേഴ്സ് ചാർജിലായിരിക്കും ടാക്സ് അടയ്ക്കുന്നത്. അതിൻ്റെ അർത്ഥം ബാങ്കും അല്ലെങ്കിൽ ആ ഇൻഷുറൻസ് ഇൻസ്റ്റിറ്റ്യൂഷനായിരിക്കും ടാക്സ് ഡിഡക്ട് ചെയ്തിട്ട് ഇവർക്ക് ബാക്കി പൈസ ആയിരിക്കും കൊടുക്കുന്നത്. ആറാമത്തെ പോയിന്റ് ഒന്ന് നോക്കി, സർവീസസ് ബൈ an insurance agent to any person carrying an insurance business. Services by insurance agent to any person carrying an insurance business. അതായത് ഒരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ സർവീസ്, ഈ ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ സർവീസ് എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലാണ് ടാക്സ് പേ ചെയ്യുന്നത്. ഈ ഇൻഷുറൻസ് നമ്മുടെ LICയുടെ ഒരു LICയുടെ ഒരുപാട് ഇൻഷുറൻസ് ഏജൻസിനെ നമുക്കറിയാം. ഇവർക്ക് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് വളരെ ഹൈ റേറ്റ് ആണ്. അതായത് അവരൊരു പോളിസി പിടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അടയ്ക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ് 30% ആണ് അവർക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ അടയ്ക്കുന്ന ഓരോ വർഷത്തെ ഇൻസ്റ്റാൾമെൻറ്റും അതിന് 10% 5% അവർക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം ഈ ഇൻഷുറൻസ് ഏജൻറ്റായിട്ട് പോകുക എന്ന് പറയുന്നത് നമുക്ക് നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷേ നമുക്ക് ഒരുപാട് കോൺടാക്ട്സ് വേണം. ഒരുപാട് കോൺടാക്ട്സ് ഉണ്ടെങ്കിൽ ആ പോളിസി എന്ന് വരണ്ടോ അന്ന് വരെ അവർക്ക് ക്യാഷ് കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമുക്ക് നല്ല കോൺടാക്ട്സ് വേണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഇൻഷുറൻസ് ഏജൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളൊക്കെ ടാക്സ് ചെയ്യുന്ന ഏതായിരിക്കും? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. ഇൻഷുറൻസ് ഏജൻറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ ടാക്സ് ചെയ്യുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. കാരണം നോക്കിയേ, സർവീസസ് പ്രൊവൈഡഡ് ബൈ ഇൻഡിവിജ്വൽ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റ് ടു ബാങ്കിങ് കമ്പനീസ് ഓർ നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻസ്. അതായത് ഇൻഡിവിജ്വൽ ഡയറക്റ്റ് സെല്ലിംഗ് ആൾക്കാരുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ മോളുകളിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടെ SBIയുടെ ചെറുതായിട്ട് യൂണിഫോം കിട്ടുമെന്ന് ചോദിക്കും. നിങ്ങൾക്ക് SBIയുടെ ക്രെഡിറ്റ് കാർഡ് വേണോ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്ന ആൾക്കാരില്ലേ? SBIയുടെ ഇന്ന സർവീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരൊന്നും SBIയുടെ എംപ്ലോയീസ് അല്ല. ഇവർ നമ്മളൊരു ക്രെഡിറ്റ് കാർഡ് അവരുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ആ ക്രെഡിറ്റ് കാർഡ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിനൊരു ചെറിയൊരു കമ്മീഷൻ കിട്ടും. അപ്പോൾ SBIക്ക് വേണ്ടിയിട്ട് നേരിട്ട് ഡയറക്റ്റ് സെല്ലിംഗ് നടത്തുന്ന ഏജൻറ്റുമാരാണ് ഇവരൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഡയറക്റ്റ് സെല്ലിംഗ് ഏജൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമ്മുടെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ അല്ലെങ്കിൽ ബാങ്കിങ് കോർപ്പറേറ്റ്സ് കമ്പനികൾക്കൊക്കെ നടത്തുന്ന സർവീസുകൾ ടാക്സ് ചെയ്യുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. ഓക്കെ അല്ലേ? ഇനി അടുത്ത പോയിന്റ് എന്താ നോക്കിയേ, സർവീസസ് ബൈ ഡയറക്ടർ ടു ഇറ്റ്സ് കമ്പനി. ഡയറക്ടർ കമ്പനികൾക്ക് കൊടുക്കുന്ന സർവീസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ പ്രധാനമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി നിങ്ങളൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചിരുന്നാൽ നമുക്കൊന്ന് ഓടിച്ച് പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, ട്രാൻസ്പോർട്ടിംഗ് ഓർ പെർമിറ്റിംഗ് ദ യൂസ് ഓഫ് എൻജോയ്മെൻറ്റ് ഓഫ് കോപ്പിറൈറ്റ് റിലേറ്റഡ് ടു ഒറിജിനൽ ലിറ്ററസി dramatic music or artistic work to publisher, producer or music composer. അതായത് നമ്മുടെ എന്തെങ്കിലും കോപ്പിറൈറ്റ് ഉണ്ട്, അതായത് നമ്മളൊരു പുസ്തകം നമ്മളൊരു പബ്ലിഷർക്ക് കൊടുക്കുകയാണ്, അത് പബ്ലിഷ് ചെയ്തിട്ട് അതിൻ്റെ റോയൽറ്റി നമ്മൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കൊടുക്കുന്ന സർവീസ്, നമ്മുടെ ആ ഓഥർ കൊടുക്കുന്ന സർവീസ്, നമുക്ക് കിട്ടുന്ന ഒരു റൈറ്റ്, നമ്മൾ എടുത്തേക്കുന്ന പേറ്റൻറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കോപ്പിറൈറ്റ് നമ്മൾ വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ സർവീസ് ടാക്സ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. നമ്മുടെ ഫോട്ടോഗ്രാഫിയൊക്കെ സെയിം ഇതുപോലെ തന്നെയാണ് കേട്ടോ. അടുത്ത 10ാമത്തെ പോയിന്റ് നോക്കി, സർവീസസ് ബൈ മെമ്പേഴ്സ് ഓഫ് ഓവർസീയിങ് കമ്മിറ്റി കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ RBI ഓർ ടു RBI. അതായത് നമ്മുടെ RBIയുടെ ഓവർസീയിങ് കമ്മിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് അല്ലെങ്കിൽ RBIക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ഇത് രണ്ടും ടാക്സ് ചെയ്യുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. സർവീസസ് പ്രൊവൈഡഡ് ബൈ ബിസിനസ് ഫെസിലിറ്റേറ്റർ ടു എ ബാങ്കിങ് കമ്പനി. നിങ്ങളൊരു ബാങ്കിങ് കമ്പനിക്ക് ബിസിനസ് ഫെസിലിറ്റേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകളും നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടത്. അടുത്ത 2 പോയിന്റുകൾ ജസ്റ്റ് വായിച്ച് വെച്ചിരുന്നാൽ നമ്മളങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് നോക്കിയിരുന്നാൽ മാത്രം മതി. സർവീസസ് സപ്ലൈഡ് ബൈ എനി പേഴ്സൺ ബൈ വേ ഓഫ് ട്രാൻസ്ഫർ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് റൈറ്റ് ഓർ ഫ്ലോ സ്പേസ് ഇൻഡെക്സ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് പ്രോജക്റ്റ്. അതായത് പ്രോജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ഡിപ്പാർട്ട്മെൻറ്റ് റൈറ്റുകളോ അല്ലെങ്കിൽ ഫ്ലോ സ്പേസ് ഇൻഡെക്സോ നമ്മൾ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ ആ സപ്ലൈസ് നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടത്. അടുത്ത ലോങ് ടേം ലീസ്, അതായത് 30 വർഷത്തേക്ക് നമ്മൾ ഏതെങ്കിലും ലോങ് ടേം ലീസ് നടത്തുകയാണെങ്കിൽ 30 years 30 വർഷത്തേക്ക് ഏതെങ്കിലും ലോങ് ടേം ലീസ് നടത്തുകയാണെങ്കിൽ അത് നമ്മൾ ടാക്സ് ചെയ്യേണ്ടത് എന്തിലായിരിക്കും? റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. അപ്പോൾ ഇത് കൂടാതെ നമ്മൾ ടെക്സ്റ്റിൽ കുറേ നോട്ടിഫിക്കേഷനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ തന്നിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കാം മാത്രം മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താ നോക്കി, ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് ഗവൺമെൻറ് സർവീസ്, ഗവൺമെൻറ് ആയിട്ടുള്ള ടാക്സബിൾ സർവീസുകളെല്ലാം ടാക്സ് ചെയ്യുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ പറഞ്ഞെന്താണ്? ലീഗൽ സർവീസ്, പാർട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർബിട്രൽ ട്രൈബ്യൂണലിൽ കൊടുക്കുന്ന ലീഗൽ സർവീസുകൾ, പക്ഷേ അവിടെ 20 ലക്ഷം എന്ന് പറഞ്ഞൊരു ലിമിറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് പറഞ്ഞാൽ GTA പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, പക്ഷേ റെസിപ്പിയൻ്റ് ഏതെങ്കിലും ഒരു ആക്ടിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം. പിന്നെ സ്പോൺസർഷിപ്പ്, അത് ആർക്കായിരിക്കണം കൊടുക്കുന്നത്? കോർപ്പറേറ്റ് അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർഷിപ്പ് ഫേമിനായിരിക്കണം കൊടുത്തിരിക്കുന്നത്. അടുത്ത എന്താണ് പറഞ്ഞത്? ഒരു റിക്കവറി ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യുകയാണെങ്കിൽ ബാങ്കിങ് കമ്പനീസിനോ ഇൻഷുറൻസ് കമ്പനീസിനോ റിക്കവറി ഏജൻറ്റായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അത് ടാക്സ് ചെയ്യേണ്ടത് ഇതായിരിക്കണം, നമ്മൾ ഈ പറഞ്ഞ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്?
സർവീസസ് ബൈ ഇൻഷുറൻസ് ഏജൻറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ. അത് കഴിഞ്ഞിട്ട് സർവീസസ് പ്രൊവൈഡ് ബൈ ഡയറക്റ്റ് സെല്ലേഴ്സ്, അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ SBIയുടെ ആ കാർഡുകൾ വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് സമീപിക്കുന്ന ആ ആൾക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ. പിന്നെ ഒരു ഡയറക്ടർ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ, നമ്മുടെ ലിറ്ററലി റൈറ്റുകൾ എന്തെങ്കിലും നമ്മൾ ആർക്കെങ്കിലും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടോ കോപ്പി റൈറ്റിനോ വേണ്ടിയിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ ആ സർവീസ്. പിന്നെ RBIയുടെ ഓവർസീയിങ് കമ്മിറ്റികൾ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സർവീസുകൾ, ആ മെമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ. പിന്നെ നമ്മൾ പറഞ്ഞ നമ്മുടെ ഏതെങ്കിലും ബിസിനസ് ഫെസിലിറ്റേറ്റർ ആയിട്ട് ഏതെങ്കിലും ബാങ്കിങ് കമ്പനിക്ക് സർവീസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റൽ റൈറ്റ് അല്ലെങ്കിൽ ഫ്ലോ സ്പേസ് ഇൻഡെക്സ് ഫോർ കൺസ്ട്രക്ഷൻ റൈറ്റ്, ഇതൊക്കെ നമ്മൾ ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സർവീസ്. പിന്നെ ലോങ് ടേം ലീസ്, അതായത് 30 വർഷത്തേക്ക് നമ്മൾ ലോങ് ടേം ലീസ് നടത്തുകയാണെങ്കിൽ അതും ടാക്സ് ചെയ്യുന്ന ഇതിലായിരിക്കും, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിലായിരിക്കും. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോൾ അല്ലേ, കുഴപ്പമില്ല. ഇനി 2 ടോപ്പിക്കും കൂടെ ഉള്ളൂ, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കുക. വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കാണുക. എന്തായാലും നമുക്ക് മാക്സിമം ഈ റിവേഴ്സ് ചാർജും കൂടെ ഇന്നത്തെ വീഡിയോയിൽ തീർക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ നോക്കി, അടുത്ത എന്താ നോക്കി, പേഴ്സൺ ലയബിൾ ടു ടാക്സ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം ഇൻ പ്ലേസ് ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ്. നമ്മൾ ഇത്രയും നേരം സപ്ലൈ ഓഫ് സർവീസിൻ്റെ കാര്യമാണ് പഠിച്ചത്. ഇനി നമുക്ക് സപ്ലൈ ഓഫ് ഗുഡ്സിൻ്റെ കാര്യം പറയാം. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു നോട്ടിഫിക്കേഷൻ നമ്പർ 4/2017 ആണ്. നോട്ടിഫിക്കേഷൻ നമ്പർ 4/2017 പ്രകാരമുള്ള കുറേ ഗുഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നോക്കി, സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാനുള്ള, എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല. കാഷ്യൂനട്ട്, BD ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ബീഡികൾ ഉണ്ടാക്കുന്ന, ബീഡി തീർക്കുന്ന ലീഫില്ലേ, സിമ്പിളായിട്ട് നമ്മുടെ നാട്ടിലേക്ക് ഉപയോഗിക്കുന്ന നമ്മുടെ ഇതാണ്, പ്ലാവിൻ്റെ ഇല ഉണക്കിയതാണ് നമ്മൾ അവിടേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെയുള്ള BD ലീവ്സ്. പിന്നെ ടൊബാക്കോ ലീവ്സ്, സിൽക്ക് യാൺ എന്ന് പറഞ്ഞാൽ പട്ടുനൂൽ പുഴുവിൻ്റെ ആ ഒരു ഇതില്ലേ, ആ ഐറ്റംസ്. പിന്നെ റോ കോട്ടൺ, സപ്ലൈ ഓഫ് ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻറ്റ്, ലോട്ടറി സപ്ലൈ ചെയ്യുന്നു. ആർക്കാണ്? ലോട്ടറി ഡിസ്ട്രിബ്യൂട്ടിംഗ് ഏജൻറ്റുകൾക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത എന്താണെന്ന് നോക്കി, യൂസ്ഡ് വെഹിക്കിൾ സീസ്ഡ് ഓർ കൺഫെസ്ഡ് ഗുഡ്സ് ഓൾഡ് ആൻഡ് യൂസ്ഡ് ഗുഡ്സ് വേസ്റ്റഡ് ആൻഡ് സ്ക്രാപ്ഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, യൂണിയൻ ടെറിട്ടറി, ലോക്കൽ അതോറിറ്റീസ്. അതായത് നമ്മുടെ ഗവൺമെൻറ് ഒക്കെ എന്ത് ചെയ്യും, വണ്ടി സീസ് ചെയ്തുകൊണ്ട് പോകില്ലേ, നമ്മുടെ പോലീസിലൊക്കെ വണ്ടി സീസ് ചെയ്തുകൊണ്ട് പോകും. പക്ഷേ നമ്മൾ ഇത്ര നാൾ കഴിഞ്ഞിട്ട് അത് ഇറക്കാൻ ചെന്നില്ലെങ്കിൽ അതെന്ത് ചെയ്യും, ഗവൺമെൻറ് ലേലത്തിന് വിൽക്കും അല്ലെങ്കിൽ സ്ക്രാപ്പിന് വിൽക്കും. അപ്പോൾ ആ കിട്ടുന്ന ആ ഒരു ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് സിമ്പിളായിട്ടുള്ള റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് പേ ചെയ്യേണ്ട ഗുഡ്സുകൾ. നോട്ടിഫൈ ചെയ്തേക്കുന്ന നോട്ടിഫിക്കേഷൻ ഏതാണ്? 4/2017. സിമ്പിളായിട്ടുള്ള കാര്യമല്ലേ? ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തത് ഒരു ഇറലവൻ്റ് ആയിട്ടുള്ളൊരു ആക്റ്റാണ്, ഒരു സെക്ഷനാണ്. ഇത് സത്യത്തിൽ പഠിക്കേണ്ട കാര്യം പോലും ഇല്ല, പക്ഷേ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ് 9(4). എന്താണ് 9(4). അതിലെന്താ പറയുന്നത് നമുക്ക് നോക്കാം. റിവേഴ്സ് ചാർജ് ഓൺ സപ്ലൈ ഓഫ് അൺരജിസ്റ്റേർഡ് സപ്ലയർ. അതായത് ചിലപ്പോൾ അൺരജിസ്റ്റേർഡ് ആയിട്ടുള്ള സപ്ലൈസ് എന്ത് ചെയ്യേണ്ടി വരും, റിവേഴ്സ് ചാർജ് പേ ചെയ്യേണ്ടി വരും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ച് വിട്ടാൽ മതി, നമുക്ക് കണക്കും കാര്യങ്ങളൊന്നും ഇതിൽ വരത്തില്ല. ആസ് പെർ സെക്ഷൻ 9 subsection 14 of CGST Act 2017, any supply of goods or services from unregistered supplier to notified registered recipient will be taxable in reverse charge mechanism. അതായത് ഏതെങ്കിലും നോട്ടിഫൈഡ് ആയിട്ടുള്ള അൺരജിസ്റ്റേർഡ് സപ്ലൈസിന് നമ്മൾ ഏതെങ്കിലും ഗുഡ്സ് വിൽക്കുകയാണെങ്കിൽ അത് റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിൽ ടാക്സ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് അതിൽ കാര്യമൊന്നുമില്ല. പക്ഷേ ഈ പ്രൊവിഷൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ പ്രൊവിഷൻ ഡെഫേർഡ് അപ് ടു 30/9/2019. അതായത് 30 സെപ്റ്റംബർ 2019 വരെ ഈ പ്രൊവിഷന് വാലിഡിറ്റി ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഇത് ഇറലവൻ്റാണ്, നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെന്ന്. അടുത്തൊരു കാര്യം കൂടെ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇതും കൂടെ നമുക്ക് എന്താണെന്ന് നോക്കാം. 9(5)നെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞതാണ്. എവിടെയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അഗ്രിഗേറ്റേഴ്സ് എവിടെയോ നമ്മൾ പറഞ്ഞതാണ് ഈ 9(5)നെ പറ്റിയിട്ട്. ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ പറഞ്ഞു ചില സമയങ്ങളിൽ നമ്മുടെ സപ്ലയറും ടാക്സ് പേ ചെയ്യില്ല, നമ്മുടെ റെസിപ്പിയൻറ്റും ടാക്സ് പേ ചെയ്യില്ല. സപ്ലയറും ടാക്സ് പേ ചെയ്യില്ല, റെസിപ്പിയൻറ്റും ടാക്സ് പേ ചെയ്യില്ല. പക്ഷേ ടാക്സ് പേ ചെയ്യുന്ന വേറെ ആരോ ആയിരിക്കും. അവരെ നമ്മൾ അഗ്രിഗേറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുമെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, എവിടെയോ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? 9(5) അതാണ് നമ്മളിവിടെ പറയാൻ പോകണം. നോക്കിയേ, സർക്കംസ്റ്റാൻസ് ഇൻ വിച്ച് എനി പേഴ്സൺ അതർ ദാൻ സപ്ലയർ ഓർ റെസിപ്പിയൻറ്റ് ലയബിൾ ടു പേ ടാക്സ്. ഈ ഒരു ആക്ടിൻ്റെ താഴെയാണ്, ഈ ഒരു സെക്ഷൻ്റെ താഴെയാണ് ഈ സപ്ലയറും അല്ല ടാക്സ് പേ ചെയ്യുന്നത്, റെസിപ്പിയൻറ്റും അല്ല ടാക്സ് പേ ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഊബർ ഒല പോലുള്ള റേഡിയോ ടാക്സി ക്യാബുകളൊക്കെ ഇല്ലേ, അവരുടെ സപ്ലയർ എന്ന് പറഞ്ഞാൽ ആരാണ്? നമുക്ക് ആ സർവീസ് തരുന്ന ഡ്രൈവർമാരാണ്. പക്ഷേ റെസിപ്പിയൻറ്റ് നമ്മളാണ്. ടാക്സ് പേ ചെയ്യുന്നത് ആരാ? നമ്മളും ടാക്സ് പേ ചെയ്യുന്നില്ല ഗവൺമെൻറ്റിലേക്ക്, റെസിപ്പിയൻറ്റും ടാക്സ് പേ ചെയ്യുന്നില്ല. നമ്മുടെ നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യുന്നത് ആരാ? സപ്ലയറും അല്ല, റെസിപ്പിയൻറ്റും അല്ല. ആരാണ്? ആ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് തന്ന അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയും അല്ലേ. നമ്മളെയും അവരെ ഒരുമിച്ച് അഗ്രിഗേറ്റ് ചെയ്യുന്ന അവരെ നമ്മൾ അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയും. അങ്ങനെ അഗ്രിഗേറ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു സർവീസിന് വേണ്ടിയിട്ട് ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യമാണ് നമ്മളിനി പഠിക്കാൻ പോകണം. സെക്ഷൻ 9 subsection 5. ഓക്കെ, സർവീസസ് ബൈ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ് ബൈ റേഡിയോ ടാക്സി അല്ലെങ്കിൽ മോട്ടോ ക്യാബ്സ്. എക്സാമ്പിൾ ഊബർ ഒലയൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ. ഓക്കെ ആണേ. രണ്ടാമത്തെ പോയിന്റ് നോക്കി, സർവീസസ് ബൈ വേ ഓഫ് പ്രൊവൈഡിംഗ് അക്കോമഡേഷൻ ഇൻ ഹോട്ടൽ മെൻ ഫോർ റെസിഡൻഷ്യൽ പർപ്പസ് except where the person supplies such services through e-commerce operator is liable to register under reverse. അതായത് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഊബറിൻ്റെയും ഒലയുടെയും ഒക്കെ കാര്യമല്ലേ, അവിടെയൊക്കെ എന്താണ്, റേഡിയോ ടാക്സിയാണ്. ഇനി ഒയോ എന്ന് കേട്ടിട്ടില്ലേ, ഒയോ, ഗോ ഐ ബിബോ, മേക്ക് മൈ ട്രിപ്പ്. അപ്പോൾ ഇവരൊക്കെ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്?
നമ്മുടെ ഹോട്ടലുകൾ, കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകൾ അല്ലെങ്കിൽ ചിലവുകളൊന്നും നടക്കാത്ത ഹോട്ടലുകൾ, അങ്ങനെയൊക്കെയുള്ള ഹോട്ടലുകൾ എന്ത് ചെയ്യും, ഇവരുടെ ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കും. അതായത് നമ്മൾ ഈ പറഞ്ഞ ഗോയ ബിബോയിലും മേക്ക് മൈ ട്രിപ്പിലും ഓയോയിലും ഒക്കെ രജിസ്റ്റർ ചെയ്യിപ്പിക്കും. എന്നിട്ട് അവരവരുടെ ആപ്പിൽ എന്ത് ചെയ്യും, ഈ ഹോട്ടലിൽ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ സ്ഥലം സന്ദർശിക്കാൻ വരുന്ന നമ്മളെ പോലുള്ള ജനറൽ പബ്ലിക് അല്ലെങ്കിൽ ടൂറിസ്റ്റുകൾ ഈ ആപ്പുകൾ മുഖേന ആ ഹോട്ടലിൽ ബുക്ക് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, താമസിക്കുകയും ചെയ്യും. അപ്പോൾ നോക്കി, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹോട്ടലാണ്, റിസീവ് ചെയ്യുന്നത് ജനറൽ പബ്ലിക്കാണ് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആൾക്കാരാണ്. പക്ഷേ ടാക്സ് പേ ചെയ്യുന്നത് ആരായിരിക്കും, ഈ സർവീസ് നമുക്ക് ഈ ആ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ഈ ഓയോ അല്ലെങ്കിൽ ഗോയ ബിബോ, മേക്ക് മൈ ട്രിപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതാണ് രണ്ടാമത്തെ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ, സെയിം സാധനം തന്നെ നമുക്ക് ഇതുപോലുള്ള സർവീസുകൾ വേറെ ആപ്ലിക്കേഷൻസിൽ നിന്ന് കിട്ടും. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു എ സി ചീത്തയായിപ്പോയി, ഒരു എ സി ചീത്തയായി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സാധാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു എ സി മെക്കാനിക്കിനെ സമീപിക്കും. അപ്പം നമ്മുടെ ഈ നല്ല നല്ല ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ, ഈ ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പരിചയം കാണില്ല. അപ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഡയൽ, നിങ്ങൾ കേട്ടോ ജസ്റ്റ് ഡയൽ, അമിതാഭ് ബച്ചനൊക്കെ പരസ്യം വന്നിട്ട് പറയുന്നതാണ്, തിയേറ്ററിലൊക്കെ ഇരിക്കും കണ്ടില്ലേ, ജസ്റ്റ് ഡയൽ ആപ്പിൻ്റെയൊക്കെ പരസ്യം കാണിക്കും. അപ്പോൾ ഈ ജസ്റ്റ് ഡയൽ ആപ്പ് ഓപ്പൺ ചെയ്യുക, നമ്മുടെ പ്രശ്നം എന്താണെന്ന് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ നമ്മളെ തൊട്ടടുത്തുള്ള ഈ കാര്യങ്ങളൊക്കെ സർവീസ് ചെയ്യുന്ന മെക്കാനിക്കും കാര്യങ്ങളൊക്കെ അവിടെ ലിസ്റ്റ് ചെയ്യും അല്ലേ. അപ്പോൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ആ മെക്കാനിക്കും അതുപോലുള്ള ആൾക്കാരാണ്, റിസീവ് ചെയ്യുന്നത് നമ്മളാണ്. പക്ഷേ ടാക്സ് പേ ചെയ്യുന്നത് ആരാണ്, ഈ ജസ്റ്റ് ഡയൽ പോലുള്ള ആപ്ലിക്കേഷൻസ് ആണ്. അതാണ് ഈ മൂന്നാമത്തെ കാര്യത്തിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ കാര്യം നോക്കി, സർവീസസ് ബൈ വേ ഓഫ് ഹൗസ് കീപ്പിംഗ്, കാർപ്പൻറ്റർ, പ്ലംബിംഗ്, സപ്ലൈസ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഇഫ് സപ്ലയർ ഓഫ് സച്ച് സർവീസ് ഈസ് നോട്ട് ടാക്സബിൾ ഇൻ രജിസ്ട്രേഷൻ. അതായത് ആ സപ്ലയർ നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു മെക്കാനിക്കുകളായിരിക്കണം. അവർ GSTയിൽ രജിസ്റ്റേർഡ് ആണെങ്കിൽ അവർ തന്നെ ആയിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്. ഇനി രജിസ്റ്റേർഡ് അല്ലെങ്കിൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻസ്, അതായത് ജസ്റ്റ് ഡയൽ പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ടാക്സ് പേ ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇത്രയേ ഉള്ളൂ സത്യം നമുക്ക് പഠിക്കാം. ഇനി നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഇത് സിലബസിൽ ഉണ്ടോ എന്ന് വെച്ചാൽ എവിടെയൊക്കെ എഴുതിയിട്ടുണ്ട്, പക്ഷേ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ജസ്റ്റ് നമുക്ക് നോക്കാം. പേഴ്സൺ ലയബിൾ ടു പേ GST വെൻ സർവീസസ് സപ്ലൈസ് ത്രൂ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. അതായത് നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ത്രൂ നമ്മളെ സർവീസ് സപ്ലൈ, നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ ഒലൈ, ഊബർ അല്ലെങ്കിൽ ജസ്റ്റ് ഡയൽ ഇതുപോലുള്ള ഈ ഗോയ ബിബോ ഈ പോലുള്ള ആപ്ലിക്കേഷൻസിനൊക്കെ ടാക്സ് അടയ്ക്കുന്നത് ആരാണ്, ഈ ആപ്പാണെന്ന് പറഞ്ഞു. ആരാണ് ഇതൊക്കെ? മിക്കവാറും വിദേശങ്ങളിലൊക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇതിൽ പലതും ഈ ഊബറും ഒലയൊന്നും നമ്മുടെ ഇന്ത്യൻ ഒല ഇന്ത്യൻ ആണെന്ന് തോന്നുന്നു, ഊബർ പക്ഷേ ഇന്ത്യൻ അല്ല. അപ്പം ഈ ഇന്ത്യൻ അല്ലാത്തൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇവർക്ക് വേണ്ടി ടാക്സ് അടയ്ക്കുന്ന ആരായിരിക്കും? ഫോറിനിൽ പോയിട്ട് നമുക്ക് ടാക്സ് കളക്ട് ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമുക്ക് സിമ്പിൾ ലോജിക്ക് വെച്ചിട്ട് ചിന്തിക്കാൻ പറ്റും. അതായത് ഇവർക്കൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, അതായത് ഇവർക്ക് എവിടെയെങ്കിലും ഒരു ഓഫീസോ കാര്യങ്ങളോ എവിടെയെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് മേടിക്കാം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇഫ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ടാക്സബിൾ ടെറിട്ടറി, നമ്മുടെ ടാക്സബിൾ ടെറിട്ടറിയിൽ അവർക്ക് എന്തെങ്കിലും ഓഫീസോ കാര്യങ്ങളോ പ്രൊമൈസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൽ നിന്ന് എന്ത് ചെയ്യാം, ടാക്സ് മേടിക്കാം. ഇനി അഥവാ ഇല്ലെങ്കിൽ, ഇനി അവർക്ക് എന്തെങ്കിലും ലൊക്കേഷൻ കാര്യങ്ങളൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, ഒരു റെപ്രസെൻറ്റേറ്റീവ് കാണും അല്ലേ, റെപ്രസെൻറ്റേറ്റീവ് കാണും. അവരൊക്കെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഒയോയുടെ കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഊബറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ ഊബറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ സമീപിക്കുന്ന കുറേ ഏജൻറ്റും കാര്യങ്ങളൊക്കെ കാണും. അപ്പം അവരെ നമുക്ക് എന്ത് ചെയ്യാം, റെപ്രസെൻറ്റേറ്റീവായിട്ട് കണക്കാക്കുകയും അവരെ ഇന്ന് ടാക്സ് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ നോക്കി, ഇഫ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഡസ് നോട്ട് ഹാവ് ഫിസിക്കൽ പ്രസൻസ് ഇൻ ടാക്സബിൾ ടെറിട്ടറി, നമ്മുടെ ടാക്സബിൾ ടെറിട്ടറിയിൽ അവർക്ക് ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പേഴ്സൺ റെപ്രസെൻറ്റേറ്റിംഗ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഇനി നോക്കി, ഇനി റെപ്രസെൻറ്റേറ്റീവായിട്ട് ചെയ്യാനും ഒരാളില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് അവരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ റൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റെപ്രസെൻറ്റേറ്റീവിനെ വേണം, നിങ്ങളൊരാളെ ടാക്സ് അടയ്ക്കാൻ വേണ്ടി ഒരാളെ നമ്മുടെ ഇന്ത്യയിൽ അപ്പോയിൻറ്റ് ചെയ്യണം, അയാളുടെ നമ്മൾ ടാക്സ് മേടിക്കും. നോക്കി, ഇഫ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഹാസ് നെയ്തർ ഫിസിക്കൽ പ്രസൻസ് നോർ റെപ്രസെൻറ്റേറ്റീവ് ഇൻ ടാക്സബിൾ ടെറിട്ടറി, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പറയും ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ. നോക്കി, പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഫോർ ദ പർപ്പസ് ഓഫ് പേയിങ് ടാക്സ് പേ ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം ഒരാളെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. ഓക്കെ അല്ലേ. നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്. റിവേഴ്സ് ചാർജിൽ ടാക്സ് പേ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ ഇങ്ങനെ പഠിക്കരുത്. അതായത് ഗവൺമെൻറ് സർവീസ് എക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ GTയുടെ സർവീസ് എക്സെപ്റ്റ് ചെയ്യും, ലീഗൽ സർവീസുകൾ എക്സെപ്റ്റ് ചെയ്യും, ഇങ്ങനെ നിങ്ങൾ പഠിക്കരുത്. സർവീസ് എന്താണ്, ആർക്കാണ് കൊടുക്കുന്നത്, എപ്പോഴാണ് എക്സെപ്റ്റ് ചെയ്യുന്നത്, അങ്ങനെ പഠിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞ കണ്ടീഷനിലൊക്കെ സ്പോൺസർഷിപ്പ് സർവീസ് എക്സെപ്റ്റ് ചെയ്യുമെന്ന് നമ്മൾ പഠിക്കരുത്. കാരണം നമ്മൾ എക്സെപ്ഷനകത്ത് ഓൾറെഡി സ്പോൺസർഷിപ്പിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇവിടെ നമ്മൾ എങ്ങനെ പഠിക്കണം, സ്പോൺസർഷിപ്പ് സർവീസ് കോർപ്പറേറ്റ്സിനോ അല്ലെങ്കിൽ കമ്പനീസിനോ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേമൊക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ എക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പഠിക്കണം. മനസ്സിലായില്ലേ. അതുപോലെ ഗവൺമെൻറ് സർവീസുകൾ എക്സെപ്റ്റ് ചെയ്യുമെന്ന് പറയരുത്. ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ടാക്സബിൾ സർവീസുകൾ നമ്മൾ റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്യും. പക്ഷേ അപ്പോഴും നമ്മൾ 4 എണ്ണത്തിനെ മാറ്റി നിർത്തിയേക്കും. ഏതൊക്കെയാണ്? നമ്മുടെ റെൻറ്റിംഗ് ഓഫ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയും, നമ്മുടെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും, വെസൽ, എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചേഴ്സ്, ഈ 4 ഐറ്റത്തിനെ നമ്മൾ അവിടെയും മാറ്റി നിർത്തിക്കും. അതിൻ്റെ അർത്ഥം ഈ 4 ഐറ്റം ടാക്സ് ചെയ്യുന്നത് ഫോർവേഡ് ചാർജിലാണ്. ബാക്കിയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിവേഴ്സ് ചാർജിൽ ടാക്സ് ചെയ്യുന്നത്. അങ്ങനെ വേണം നിങ്ങളത് പഠിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി, പക്ഷേ നമുക്ക് പഠിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞ ടോപ്പിക്കും തീർന്നു. അപ്പോൾ നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. വീഡിയോ ബെനിഫിഷ്യൽ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.